ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന സമസ്ത സഹോദരീ സഹോദരന്മാർക്കും സമുന്നതനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊള്ളും. ഈ വർഷത്തിൽ ഇവിടെ നടക്കുന്ന സമ്മേളനത്തിൽ പ്രസംഗിക്കുവാൻ പ്രത്യേകം ക്ഷണിച്ച യോഗ സംഘാടകരായ സഹോദരന്മാർക്കും അതിനോട് ബന്ധപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എനിക്കുള്ള കൃതജ്ഞത അർപ്പിക്കുന്നു. ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയം നിസ്തുല്യനായ യേശുക്രിസ്തു. ഇത് സംബന്ധിച്ച് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് സമയമനുസരിച്ച് ഞാൻ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ എൻ്റെ പ്രമേയത്തിലേക്ക് വിനീതമായി ക്ഷണിച്ചുകൊള്ളുന്നു. നിസ്തുല്യനായ യേശുക്രിസ്തു. ലോക ചരിത്രത്തിൽ അനേക മഹാന്മാർ ജനിക്കുകയും ജീവിക്കുകയും ചരിത്രം ചമയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിനെ പോലെ ചരിത്രമുള്ള, ചരിത്രത്തിൽ എന്നേക്കുമായി സമൃദ്ധമായി ജീവിക്കുന്ന, ക്രിസ്തുവിനെ പോലെ ഇത്രയേറെ ആളുകളെ ആകർഷിച്ചടിപ്പിച്ചിട്ടുള്ള അനന്യസാധാരണമായ ഒരു വ്യക്തിപ്രഭാവം ലോകത്തിൽ ഉണ്ടായിട്ടില്ല. ലോകചരിത്രത്തിൽ ഇത്രയേറെ പ്രസംഗിക്കപ്പെടുന്ന, ഇത്രയേറെ പ്രകീർത്തിക്കപ്പെടുന്ന, ഇത്രയേറെ ആരാധിക്കപ്പെടുന്ന, ഇത്രയേറെ വിമർശിക്കപ്പെടുന്ന, ഇത്രയേറെ ആലേഖനം ചെയ്യപ്പെടുന്ന, ഇത്രയധികം ആലാപനം ചെയ്യപ്പെടുന്ന മറ്റൊരു വ്യക്തിപ്രഭാവം ഇന്നയോളം ഉണ്ടായിട്ടേ ഇല്ല. എന്താണ് ഇതിന് കാരണം? വളരെയൊന്നും അഗാധതലങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നതല്ല, മറ്റ് ഉപരിതലങ്ങളിൽ ഇറങ്ങി വന്ന് ഊഴിമുഖത്തെ ആകെ അനുഗ്രഹിച്ച് വീണ്ടും അനന്തതയിലേക്ക് പോയ ഈ യേശുക്രിസ്തുവിൻ്റെ അവദാനങ്ങളുടെ പ്രത്യേകത എന്താണ്? 1, 2, 3, 4 എന്ന് വളരെ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. യേശുക്രിസ്തുവിന് ഒരു ചരിത്രമുണ്ട്. ലോകത്തിൽ മറ്റെല്ലാവർക്കും ചരിത്രമുണ്ട് എന്ന് പറയുമ്പോൾ അവർ ജനിച്ചതിന് ശേഷമുള്ള ചരിത്രമേ ഉള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിനുള്ള പ്രത്യേകത, അവിടുത്തേക്ക് മറ്റൊരു ചരിത്രം കൂടെയുണ്ട്. അതുകൊണ്ട് ആ ചരിത്രത്തിന് ഞാൻ ചരിത്ര പുരാതന ചരിത്രം എന്ന് വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് ചരിത്ര പുരാതനായ യേശുക്രിസ്തു എന്ന് ഈ ശീർഷകത്തിന് പേര് കൊടുക്കുന്നു. ചരിത്ര പുരാതനായ യേശുക്രിസ്തു അഥവാ ക്രിസ്തുവിൻ്റെ പൂർവാസ്തിത്വം. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ആധികാരികമായി പറയുന്ന യഹൂദ ക്രിസ്തീയ തിരുവെഴുത്തിൻ പ്രകാരം യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തായിരിക്കുന്ന വ്യക്തി എന്നുള്ളതല്ല, അവിടുന്ന് സവിശേഷമായ ദൈവമാണ്. ദൈവത്തെയും ക്രിസ്തുവിനെയും വേർതിരിക്കുവാൻ ഒരിക്കലും ബൈബിൾ അനുവദിക്കുന്നതേയില്ല. ആവോളം ഞാൻ പരിശോധിച്ചിട്ടുണ്ട്, അതൊന്ന് വേർതിരിച്ച് പറയാമോ എന്ന്. എവിടെ പരിശോധിച്ചാലും ക്രിസ്തുവിനെയും ദൈവത്തെയും വേർതിരിക്കുവാൻ പറയാതെ വണ്ണം അത്രയ്ക്ക് ദൈവമായിരിക്കുന്നു യേശുക്രിസ്തു. ഒന്ന്, നിത്യ അസ്തിത്വം യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകതയാണ്. കാരണം ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവിടുന്ന് ഉണ്ടായിരുന്നു. അവിടത്തേക്കുള്ള ചരിത്രം എന്ന് പറയുന്നത് നിത്യപൂർവമായ അവസ്ഥയായിരുന്നു. ആ നിത്യതയിൽ ഒന്ന്, കർത്താവായ യേശുക്രിസ്തു നിത്യ അത്യസ്ത്വമുള്ള, എല്ലാവിധത്തിലും ഈശ്വരന് ചേരുന്ന സമസ്ത ഗുണങ്ങളും എന്ന് പറഞ്ഞാൽ അമരകോശത്തിൽ പറഞ്ഞിരിക്കുന്ന അഷ്ടഗുണങ്ങളും അതിനപ്പുറത്തുള്ള ഗുണങ്ങളും ഒരുപോലെ അടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കർത്താവ്. ഒന്ന്, അവിടുന്ന് നിത്യാസ്തിത്വമുള്ള വ്യക്തിയാകുന്നു. 2, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ കാണപ്പെടുന്ന ചരാചര നിബദ്ധമായിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികാരകനാകുന്നു. 3, സർവാരാധ്യനായിരുന്നു. ഈ പ്രപഞ്ചമില്ലാതിരുന്നപ്പോഴും അവൻ എങ്ങനെ ആരാധ്യനായിരുന്നു? അവിടുന്ന് ബൈബിളിൽ പറയാത്ത ഒരു കാര്യമുണ്ട്. ദൂതന്മാരെ എന്ന് സൃഷ്ടിച്ചു എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ആ ദൂതന്മാർ അവനെ ആരാധിച്ചിരുന്നു. അതിൻ്റെ ചരിത്രം ബൈബിളിൽ പറയുന്നുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലും അവൻ സർവാരാധ്യനായി അനന്തതയിൽ വിരാജിച്ച ചരിത്രം നമ്മൾ വായിക്കുന്നു. ഇങ്ങനെ ചരിത്ര പുരാതനായ ക്രിസ്തു അവൻ തന്നെ പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനുമായിരുന്നു. അങ്ങനെ 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ചരിത്ര പുരാതനത്വം വളരെ ശക്തമായി തന്നെ പ്രഖ്യാപിക്കുവാൻ നമുക്ക് കഴിയുന്നതാണ്. സമയപരിമിതി കൊണ്ട് സംക്ഷേപിച്ച് ഇത്രയും വാക്കുകൾ ഞാൻ പറഞ്ഞതൊക്കെയാണ്. 2, വിശ്വപ്രതീക്ഷയായ ക്രിസ്തു. ചരിത്ര പുരാതനായ ക്രിസ്തു വിശ്വത്തിലുള്ള സകല മനുഷ്യരുടെയും ഒരു പ്രതീക്ഷാ വിഷയമായിരുന്നു. 1000 ആണ്ടുകൾ കൊണ്ട് അവനിവിടെ അനേകമായ കോണുകളിൽ അവിടെ ഇവിടെ ഇരുന്ന് ആയിരങ്ങൾ പ്രകീർത്തിച്ചതും പ്രതീക്ഷിച്ചതുമായ വ്യക്തിപ്രഭാവമാണ് യേശുക്രിസ്തു. ലോകത്തിൽ മറ്റാരെക്കുറിച്ചും അങ്ങനെ ചരിത്രം ഒരിക്കലും പറയുവാൻ കഴിയില്ല. ഇന്നോളം എഴുതപ്പെട്ടിട്ടുള്ള ലോകചരിത്രങ്ങളും മതചരിത്രങ്ങളും പരിശോധിച്ചാൽ ഇതുപോലെ ചരിത്രം വേറെ ആർക്കും പറയാനില്ല. യേശുക്രിസ്തുവിനെക്കുറിച്ച് അതും വിശദീകരിക്കുന്നില്ല. 1, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രതീക്ഷ. ക്രിസ്തു എന്നൊക്കെ നമ്മൾ ഇന്ന് പറയുന്ന പേരാണ്.
പക്ഷേ വരുവാൻ പോകുന്ന ഒരു ഉദ്ധാരകനെക്കുറിച്ച് പ്രതീക്ഷിച്ചതിൽ അഗ്രഗണ്യന്മാർ അക്ഷരത്തിൽ എഴുതി വെച്ചവർ, അത് കാത്തു സൂക്ഷിച്ചവർ യഹൂദന്മാരായിരുന്നു. അങ്ങനെ എഴുതി വെച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ഏറ്റവും സുന്ദരമായ ഒരു രേഖ തയ്യാറാക്കിയിരിക്കുന്നത് യഹൂദന്മാരാണ്. അവരാണ് യേശുക്രിസ്തുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ പക്കലാണ് തിരുവെഴുത്തുകൾ അഥവാ അരുളപ്പാടുകൾ ഏൽപ്പിച്ചത്. അതവർ എഴുതി സൂക്ഷിച്ചു. ആ തിരുവെഴുത്തുകൾ അനുസരിച്ച് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചപ്പോൾ ലോകത്തിലെ എല്ലാ ജനതയും അവനെ പ്രതീക്ഷിച്ചിരുന്നു. ഒന്ന്, യഹൂദന്മാർ അവനെ മശിയയായിട്ടാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്ന മശിയ എന്നുള്ള പേര് പിൽക്കാലത്തുണ്ടായതാണ്. അതിനുമുമ്പ് ആദ്യമായി ലോകചരിത്രത്തിൽ യഹൂദന്മാർ യേശുക്രിസ്തുവിന് സവിശേഷമായ ഒരു പേര് കൊടുത്തു. മറ്റൊന്ന് നമ്മൾ പറയുന്ന സാധാരണ സ്ത്രീയുടെ സന്തതി അത് ഇതൊന്നൊക്കെ പറയുന്നതല്ല ഞാൻ പറയുന്നത്. പുത്രൻ. ക്രൈസ്തവരായ ഞങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നൊരു പേര് ദൈവപുത്രൻ എന്നും പുത്രൻ എന്നുമാണ്. ചിലപ്പോൾ ചിലർ ചോദിക്കാതുണ്ട്, ദൈവത്തിന് ഭാര്യയുണ്ടോ എങ്കിലല്ലേ പുത്രൻ ഉണ്ടാകൂ എന്ന്. അവർക്ക് അതേ മനസ്സിലാകുകയുള്ളൂ. ഇതൊരു താത്വിക അർത്ഥം മാത്രമാണ്. ഭാര്യയുണ്ടെങ്കിൽ ആ ദൈവത്തെ ദൈവമെന്ന് വിളിക്കാനൊക്കെയില്ല. തമിഴകത്തിൽ ജീവിച്ചിരുന്ന EVR പെരിയാർ ഒരിക്കൽ പറഞ്ഞു, കടവുൾ എന്നാൽ അവനക്ക് പെണ്ടാട്ടിയുള്ള ഇരിക്കക്കൂടാതെ എന്ന്. ബൈബിളിൽ പറയുന്ന യഹോവയായ ദൈവം, സർവശക്തനായ ദൈവം ഏലോഹീം, അവിടത്തേക്ക് ഭാര്യയോ പുത്രകളത്രാദികളോ ഒന്നുമില്ല. പിന്നെ യേശുക്രിസ്തു എങ്ങനെയാണ് പുത്രനായിരിക്കുന്നത്? നമ്മൾ മഹാത്മാഗാന്ധിയെ വിളിക്കുന്നത് രാഷ്ട്രപിതാവെന്നാണ്. നമ്മൾ ഭാരതത്തെ വിളിക്കുന്ന ഭാരത അമ്പ എന്നാണ്. നമ്മളെക്കുറിച്ച് നമ്മൾ അഭിമാനിക്കുന്നത് ഭാരതത്തിൻ്റെ മക്കളെന്നാണ്. അപ്പോൾ മഹാത്മാഗാന്ധിയാകുന്ന രാഷ്ട്രപിതാവിന് ഭാരതമാകുന്ന അമ്മയിൽ ജനിച്ച കുട്ടികളെന്നതിന് അർത്ഥമില്ല. പിന്നെ ഇതൊരു സൈദ്ധാന്തികമായ അർത്ഥം മാത്രമാണ്. യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് ആദ്യമായി സംബോധന ചെയ്തത് യഹൂദന്മാരാണ്, ക്രൈസ്തവരായ ഞങ്ങളല്ല. ആ അവധാനത്തിലാണ് അവിടുന്ന് അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിച്ചിരുന്ന മശിയയ്ക്ക് കുറഞ്ഞപക്ഷ അടരികളായി തിരിച്ചു പറഞ്ഞാൽ ഒരു 12-ൽ പരം അടരുകൾ കൊണ്ട് വിശദീകരിക്കാവുന്നതാണ് പ്രവാചകന്മാർ എഴുതി വെച്ചിരിക്കുന്നത്. അതും ഞാൻ അത്രയും വിശദീകരിക്കാതെ യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്ന മശിയ അഥവാ ദൈവപുത്രൻ അഥവാ രാജാവ്, അവർ 2-3 കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പ്രതീക്ഷിതനായ മശിയയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ 1 രക്ഷകൻ ആണ്, 2 അവിടുന്ന് പ്രവാചകനാണ്, 3 അവിടുന്ന് കർത്താവായ ന്യായാധിപനാണ്, 4 പുരോഹിതനാണ്. ഇങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ച് വിഭിന്നമായ നിലയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതും ചുരുക്കത്തിൽ പറഞ്ഞു വിടുകയാണ്. രണ്ടാമത് യേശുക്രിസ്തുവിനുള്ള പേരിൽ അല്ലെങ്കിലും മറ്റൊരു പേരിൽ പ്രതീക്ഷിച്ച മറ്റൊരു വർഗമാണ് പേർഷ്യൻ നാടുകളിൽ അറിയപ്പെടുന്ന യഹൂദമതത്തിന് സമാന്തരമായി നിലകൊള്ളുന്ന BC 750 മുതൽ പ്രചാരത്തിൽ വന്ന സ്വരാഷ്ട്രമതം. സ്വരാഷ്ട്രമതത്തിൻ്റെ പ്രമാണഗ്രന്ഥം എന്നറിയപ്പെടുന്നത് ഇന്ന് ഗാഥകളായി വിവരിക്കുന്ന സന്ത് അവസ്ഥ എന്ന പുസ്തകത്തിൽ അവർ എഴുതിയിരിക്കുന്ന 5 കുറിപ്പുകൾ അതിപ്രധാനമാണ്. ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകമായ ദശാസന്ധിയിൽ 3 സഹായകന്മാർ ലോകത്തിലുണ്ടാകും. അതിൽ 3ാമത്തെ സഹായകൻ സർവശേഷനായിരിക്കും. 1 അവന് നിത്യ അസ്തിത്വമുണ്ടായിരിക്കും. 2 അവൻ ലോകത്തിൽ വരുമ്പോൾ അവൻ സത്യത്തിൻ്റെ മനുഷ്യാവതാരം എന്നറിയപ്പെടും. 3 അവനൊരു കന്യകയുടെ മകനായിരിക്കും. 4 അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും പുനരുത്ഥാനവും ന്യായവിധിയും ഉണ്ടാകും. 5 അദ്ദേഹം ഒടുവിലായി അകുരമസ്തയുടെ ദൈവത്തിൻ്റെ ഏറ്റവും അവികലമായിരിക്കുന്ന സാമ്രാജ്യം സ്ഥാപിക്കും. ഇത് സന്ത് അവസ്ഥയിൽ പറയുന്നതാണ്. അവരും അങ്ങനെയുള്ള ഒരു ഉദ്ധാരകനെ പ്രതീക്ഷിച്ചിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ചരിത്രത്തിൽ ശക്തമായിരിക്കുന്ന ആളുകൾ ആര്യന്മാരാണ്. ആര്യ സാഹിത്യങ്ങൾ പരിശോധിച്ചാൽ, വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, ഗീത വരെ പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും, അവരും പ്രതീക്ഷിച്ചിരുന്നത് ഇതുപോലൊരു ഉദ്ധാരകനെയാണ്. ഈ ഉദ്ധാരകൻ അവർ കൊടുത്ത വേദങ്ങളിലെ പേര് പ്രജാപതി എന്നായിരുന്നു. വിശ്വകർമാവായ പ്രജാപതി ഗർഭത്തിൽ പ്രവിഷ്ടനാകും, ജനിക്കും എന്നും എഴുതി വച്ചിരുന്നു. യജുർവേദം 31-ാം അധ്യായത്തിൻ്റെ 19-ാം സൂക്തമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. പ്രജാപതി ഗർഭത്തിൽ പ്രവിഷ്ടനായി ജനിക്കും എന്ന്. അങ്ങനെ അവർ പ്രതീക്ഷിച്ചത് മാത്രമല്ല, അവൻ യജ്ഞമായി തീരും എന്നും അവർ പ്രതീക്ഷിച്ചു. ഋഗ്വേദം വായിച്ചാൽ 81-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ സൂക്തവും 90-ാമത്തെ സൂക്തത്തിൻ്റെ 7-ാമത്തെ സൂക്തവും അവിടെ പറയുന്നത് അവൻ യജ്ഞമായി തീരുമെന്ന് തന്നെയാണ്. അവൻ്റെ ഇതര ഗുണലക്ഷണങ്ങളെല്ലാം 120-ാം 121-ാം മണ്ഡലങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ പ്രതീക്ഷിച്ചിരുന്ന പുരുഷൻ. പക്ഷേ അതിലുപരി കുറേ കൂടെ വേദത്തിൻ്റെ കാലം കഴിഞ്ഞ് സൈദ്ധാന്തികമായി ആളുകൾ പുരോഗമിച്ച് ഉന്നതമായ ഉൾക്കട ചിന്തകൾ ഉന്നതത്തിലേക്ക് തൊടുത്തുവിട്ട് അവയെല്ലാം ഉപനിഷത്തുക്കൾ എഴുതി വെച്ച ഉന്നത ശീർഷകന്മാരായ ആചാര്യന്മാർ എഴുതി വെച്ച ഉപനിഷത്തുക്കൾ വെച്ച് അത്യന്തം ഉജ്ജ്വലമായിരിക്കുന്ന ഛാന്തോഗ്യ ഉപനിഷത്തിൽ ഒരു പരമസത്യം പ്രഖ്യാപിച്ചു. ഈ വരുവാൻ പോകുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ
അവൻ സത്യമാണ് എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം കുറച്ച് എൻ്റെ ഇതുമുണ്ടെന്ന് മനസ്സിലാക്കണം. മൃഡാനന്ദൻ്റെയും മറ്റും വ്യാഖ്യാനം സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്താണ് സത്യം? അവർ സത്യത്തിന് ഒരു സമൂർത്ത സ്വഭാവം കൊടുക്കുകയുണ്ടായി. ആളത്വമുള്ള സത്യം. ആ സത്യം എങ്ങനെയുള്ളതാണ്? താൻ ഇഹവ ഏതാനി തൃണക്ഷരാണീം സതീയമിതിം സത്യം. സത്യമെന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ: സത് ദൈവത്വം, തത് മനുഷ്യത്വം, യത് രണ്ട് ഭാവങ്ങളെയും തമ്മിൽ സമ്മളിപ്പിച്ചിരിക്കുന്നത്. ഈ 3 ഭാവങ്ങളിൽ ഒരാളെ നമുക്ക് കാണണമെങ്കിൽ ലോകചരിത്രം മുഴുവൻ പരിധിയാൽ കാണുകയില്ല, യേശുക്രിസ്തു അല്ലാതെ. അവിടുന്ന് അരുളി ചെയ്യുകയും ചെയ്തു, ഞാൻ തന്നെ സത്യം പിന്നൊരിക്കൽ പറയാൻ വേണ്ടി വിടുകയാണ്. ഇങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഇടത്തുമുള്ള എല്ലാ ജനകോടികളുടെയും പ്രാതിനിധ്യമുള്ള 3 പ്രധാനപ്പെട്ട മതമണ്ഡലങ്ങളിലെ മഹാ അതികായന്മാർ ഒരുപോലെ പ്രതീക്ഷിച്ചിരുന്നു വരുവാൻ പോകുന്ന ഒരു ഉദ്ധാരകനെ കുറിച്ച്. ഞാൻ ഇത് വിശ്വപ്രതീക്ഷയായ ക്രിസ്തു ഇവിടെ അവസാനിപ്പിക്കുന്നു. 3-ാമത്തെ കുറിപ്പ്: ലോകത്തിൽ അവതീർണനായ യേശുക്രിസ്തു, ലോകാവതാരം ചെയ്തു വന്ന യേശുക്രിസ്തു, ലോകത്തിൽ യേശുക്രിസ്തു അവതരിക്കും. ഇസ്രായേലിലെ പ്രവാചകന്മാർ എഴുതി വെച്ചു 1000 പ്രവചനങ്ങൾ. ഇത് ജോസഫസ് പറയുന്നതാണ്. എന്നാൽ മറ്റൊരു എഴുത്തുകാരൻ നിശിതമായ നിരൂപണത്തിലൂടെ പഠിച്ചിട്ട് പറഞ്ഞു 900-ൽ പരം പ്രവചനങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് യഹൂദന്മാരുടെ വേദത്തിലും അതോടൊപ്പം തന്നെ മറുവശത്ത് മറ്റു പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള 450 വീതമുള്ള 2 അടരുകളായി നിൽക്കുന്ന പ്രവചനങ്ങളുടെ അകമ്പടി യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. പക്ഷേ യേശുക്രിസ്തു ഇനി ഭാവി ലോകത്തിൽ വരും എന്ന് പ്രവചിച്ചത് അവരാണ്. അവർ പ്രവചിച്ചപ്പോൾ എവിടെ വരും, എങ്ങനെ വരും, എപ്പോൾ വരും എന്നൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ, ആരിൽ നിന്ന്, എങ്ങനെ വരും? കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അസംഭവ്യതയിലെ സംഭവ്യതയുണ്ടാകണം. അതുപോലെ എവിടെയായിരിക്കും അവൻ ജനിക്കുന്നത്? അവൻ ബത്ലഹേമിലായിരിക്കും. അതെല്ലാം വിശദീകരിക്കുന്നില്ല. നീയോ ബത്ലഹേം എഫ്രാത്തെ, യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും നിന്നെ മേയ്പ്പാനുള്ള തലവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. അവൻ ആരിൽ നിന്നാണ് ജനിക്കുന്നത്? BC 700-ൽ പ്രവാചകനായ യേശയ്യ പറഞ്ഞു, കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേരാകും. കുറെ കൂടെ കഴിഞ്ഞപ്പോൾ അവനെക്കുറിച്ച് പിന്നെയും പ്രവാചകന്മാർ അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും, അവൻ്റെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കും, അവൻ്റെ ഒടുവിലത്തെ മരണം എങ്ങനെയായിരിക്കും, അവൻ്റെ സംസ്കാരം എങ്ങനെയായിരിക്കും, ഉത്ഥാനം എങ്ങനെയായിരിക്കും എന്നെല്ലാം വളരെ ശക്തമായ ഭാഷയിൽ പറയുകയുണ്ടായി. അങ്ങനെ പ്രവചനങ്ങൾ. പക്ഷേ ഇതെല്ലാം പ്രത്യേകിച്ച് ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ ഒന്നിച്ചു കൂടിയെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിൻ്റെ 33 വർഷത്തെ ചരിത്രം ചമയ്ക്കാൻ കഴിയും. അതിൽ യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് ഉണ്ടാകണമെങ്കിൽ കാലത്തിൻ്റെ കൃത്യമായ പേജിലൂടെ ഇവയെല്ലാം ഒരു പ്രത്യേകമായ മുഹൂർത്തത്തിൽ ഒന്നിച്ചു കൂടണം. ആയിരക്കണക്കിന് പ്രവചനങ്ങൾ, അതിൽ നിരവധിയായിരിക്കുന്ന ശതക്കണക്കിന് പ്രവചനങ്ങൾ പ്രത്യേകമായൊരു സമയബിന്ദുവിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയും അവയെല്ലാം ഒന്നിച്ച് ഉറഞ്ഞുകൂടി ഒരു സമയബിന്ദുവിൽ കേന്ദ്രീകരിക്കുകയും വേണം. എങ്കിലേ യേശുക്രിസ്തു ജനിക്കാൻ സാധ്യതയുള്ളൂ. ആ സാധ്യത വെച്ചുകൊണ്ട് യേശുക്രിസ്തു ലോകത്തിൽ ജനിക്കുകയുണ്ടായി. കാലസമ്പൂർണത വന്നപ്പോൾ, ഇതാണ് പൗലോസ് പറഞ്ഞ കാലസമ്പൂർണത. അതെല്ലാം വിശദീകരിക്കുന്നില്ല. കാലസമ്പൂർണത വന്നപ്പോൾ, അപ്പോൾ കർത്താവായ യേശുക്രിസ്തു കാലസമ്പൂർണതയിൽ സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഇതാ കാലം തികഞ്ഞിരിക്കുന്നു. ഏത് കാലം? പ്രവാചകനായ യശയ്യാ പറഞ്ഞതായ സുപ്രസാദ കാലം. ആ സുപ്രസാദ കാലം വരുന്നതിന് മുമ്പ് ന്യായപ്രമാണ യുഗം തികഞ്ഞിരിക്കുന്നു. ന്യായപ്രമാണ യുഗം തികയുമ്പോൾ വരുന്നു സുപ്രസാദ കാലം. അപ്പോഴാണ് ഇവൻ ജനിക്കുന്നത്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു ഐഹിക ലോകത്തിൽ ജനിച്ചു എന്നുള്ള വൃത്താന്തം ചരിത്രപരമായി പറയുന്നത് ലൂക്കോസാണ്. ലൂക്കോസ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രം ചമയ്ക്കുവാൻ അനേകർ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ചരിത്രം എഴുതാൻ പോവുകയാണ്. അദ്ദേഹം ഗ്രേക്കനായ ലൂക്കോസ് ഗ്രേക്കനായ മറ്റൊരാളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ശീമാനായ തെയോഫിലോസേ, ഞാനൊരു മനുഷ്യനെ കാണിച്ചു തരാം, നസ്രായനായ യേശുക്രിസ്തു, അവനെ നീ നോക്കിക്കാണണമെന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവനെക്കുറിച്ച് ചരിത്രം എഴുതാൻ പോവുകയാണ്. എല്ലാവരും എഴുതുന്നത് പോലെയല്ല, കാര്യങ്ങളെ സൂക്ഷ്മമായി പഠിച്ചിട്ട് ക്രമത്തിൽ എഴുതുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. അങ്ങനെ സൂക്ഷ്മമായി പഠിച്ച് ക്രമത്തിൽ എഴുതിയതാണ് 3-ാമത്തെ സുവിശേഷം സമം ലൂക്കോസിന്റെ സുവിശേഷം. ഈ സുവിശേഷത്തിൽ അദ്ദേഹം പറയുന്നത്, എന്നാണ് യേശുക്രിസ്തു ജനിച്ചത്? അദ്ദേഹം പറഞ്ഞു, അഗസ്തോസ് കൈസറുടെ വാഴ്ചയുടെ കാലഘട്ടത്തിൽ. എന്നാണ് അഗസ്തോസ് കൈസർ റോമാ സാമ്രാജ്യം ഭരിച്ചത്? റോമൻ ചരിത്രം BC 27 മുതൽ AD 14 വരെ. ഇതിൽ ഏത് കാലത്താണ് യേശുക്രിസ്തു ജനിച്ചത്? ലൂക്കോസ് കുറേന്യ സുറിയാനാട് വാഴുമ്പോൾ, അല്ലെ ലൂക്കോസ് എന്നാണ് കുറേന്യ സുറിയാനാട് വാണത്. റോമൻ ചരിത്രം അത് പറയുന്നു കുറേന്യാസ് 2 വട്ടം സുറിയാനാട് ഭരിച്ചിട്ടുണ്ട്. അതിൽ ഏത് പ്രാവശ്യം? ഉടനെ ലൂക്കോസ് 1-ാമത്തെ ചാർത്തലിൻ്റെ കാലത്ത്, അല്ലയോ ലൂക്കോസ് എന്നാണ് 1-ാമത്തെ ചാർത്തൽ? 1-ാമത്തെ ചാർത്തൽ അദ്ദേഹം BC 9 മുതൽ 6 വരെ. ആ കാലഘട്ടത്തിൽ
പട്ടണത്തിലാണ് യേശു ക്രിസ്തു ജനിച്ചത്. ഇത് ലൂക്കോസ് വളരെ കൃത്യമായി തന്നെ റോമൻ അന്നത്തെ ലോകമെന്നറിയപ്പെടുന്ന റോമാ ചരിത്രവും ക്രിസ്തുവിൻ്റെ ചരിത്രവും ഒന്നിച്ച് കൊണ്ടുവന്നത് ലൂക്കോസാണ്. അത് എഴുതി വെച്ചു. അങ്ങനെ എഴുതി വെച്ച ചരിത്രമനുസരിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസവിക്കാനുള്ള സമയം വരുമ്പോൾ പ്രസവിക്കുവാനുള്ള മറിയം അന്ന് ഗലീലയിലാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ പ്രസവിക്കേണ്ടത് ബത്ലഹേമിലാണ്. മൈലുകളുടെ അകലം തന്നെയുണ്ട്. ഇവിടെ ദൈവം റോമൻ ചക്രവർത്തി അഗസ്തോസിനെ തന്നെ ഉപയോഗിക്കുകയുണ്ടായി. ചരിത്രത്തിൽ ഒക്ടേവിയൻ എന്നറിയപ്പെടുന്ന അഗസ്തോസ് അദ്ദേഹത്തെ ഉപയോഗിച്ചപ്പോൾ അദ്ദേഹം പൊടുന്നിനെ ഒരു സെൻസസ് ഏർപ്പെടുത്തുകയും അത് അദ്ദേഹം പറഞ്ഞു, ഓരോരുത്തൻ താൻ്റെ പിതൃനഗരത്തിൽ ചെന്ന് പേർ വഴി ചാർത്തുകയും ചെയ്യണം. ഇല്ലായിരുന്നെങ്കിൽ പാവപ്പെട്ട തച്ചനായ യോസേപ്പ് ഒരിക്കലും ഈ ദോഹദ വനിതയായ ഭാര്യയെയും കൊണ്ട്, അതായത് ഇവൻ കല്യാണം കഴിക്കാതെ തന്നെ സ്വീകരിച്ച് വെച്ചിരിക്കുന്ന പ്രതിശുദ്ധ വധു എന്ന് പറയാൻ കഴിയുന്ന ഇവളെയും കൊണ്ട് അത്രയും ദൂരം പോകാനൊക്കെയില്ല. അവിടെ ചെന്നപ്പോൾ പിന്നെ ബത്ലഹേമിൽ അങ്ങനെ എത്തിച്ചെന്ന് പിന്നെ പറഞ്ഞിരിക്കുന്നത് പ്രസവകാലം തികഞ്ഞപ്പോൾ ലൂക്കോസ് പറയാണ്, വഴിയമ്പലത്തിലും സ്ഥലമില്ലായകയാൽ. പിൽക്കാലത്ത് യേശു ക്രിസ്തു ഇത് പറഞ്ഞു, വഴിയമ്പലത്തിലും സ്ഥലമില്ലായകയാൽ. അത് പറഞ്ഞ വലിയ കഥയില്ല. കാരണം അവിടുത്തെ വഴിയമ്പലം 2 മുറികൾ മാത്രമുള്ളതാണെന്ന് പുരാവസ്തു ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ മുറികളാണ്. നേരത്തെ വന്നവർ കൊണ്ടുപോയി. വഴിയമ്പലത്തിലും സ്ഥലമില്ലായകയാൽ മറിയം തൻ്റെ ആദ്യജാതനെ പ്രസവിച്ച് പുൽത്തൊട്ടി കിടത്തി. അങ്ങനെ പ്രസവിച്ചാണ് പുൽത്തൊട്ടി കിടത്തിയത്. എവിടെ പുൽത്തൊട്ടിയിൽ പ്രസവിച്ചു എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. എവിടെയാണ് പ്രസവിച്ചതെന്ന് എഴുതിയിട്ടേയില്ല. പ്രസവിച്ചിട്ടാണ് പുൽത്തൊട്ടി കിടത്തിയത്. അതെല്ലാം വിശദീകരിക്കുന്നില്ല. യോസേപ്പ് അവിടെയെല്ലാം നോക്കിയപ്പോൾ അവളുടെ പ്രസവത്തിൻ്റെ സമയമായി ആസന്നമായി അത്യാസന്നമായിരിക്കുമ്പോൾ അവൻ അവിടെ ഇവിടെ സ്ഥലം തേടി നടക്കുക. അങ്ങനെ എവിടത്തെയും സ്ഥലം കിട്ടാതെ ഒരു ഗുഹയൊക്കെ കണ്ടുപിടിച്ച് ഒരു പുൽമത്തെയൊക്കെ തയ്യാറാക്കി ഇവിടെ വരുമ്പോൾ മറിയം കുഞ്ഞിനെയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് ഞാൻ ആലോചിച്ചു, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ പുറപ്പാട് പുസ്തകം ഓർമ്മയിൽ വന്നു. എബ്രായ സ്ത്രീകൾ സാധാരണ നമ്മുടെ ഇവിടുത്തെ സ്ത്രീകളേക്കാൾ പ്രസവിക്കുന്ന കാര്യത്തിൽ മിടുക്കികളാണ്. സമർത്ഥങ്ങളായതുകൊണ്ട് സ്വന്തം ശിശുവിനെ പ്രസവിച്ച് സ്വന്തം കയ്യിൽ വാങ്ങി ചോരയണിഞ്ഞ ശിശുവിനെ എണ്ണി നിൽക്കുമ്പോൾ ഇതാ വരുന്നു യോസേപ്പ്. ഇതാ ഒരു ഗുഹ. അവിടെ ഞാനൊരു പുൽമത്തയുണ്ടാക്കി അതിൽ കൊണ്ട് കിടത്തിയിരിക്കുമ്പോഴാണ് നാം അടുത്ത് വായിക്കുന്ന ലൂക്കോസ് വിടരുക. വഴിയമ്പലത്തിനും സ്ഥലമില്ലായകയാൽ മറിയം തൻ്റെ ആദ്യജാതനെ പ്രസവിച്ച് പുൽത്തൊട്ടി കിടത്തി. അങ്ങനെ കിടത്തിയിരിക്കുമ്പോൾ തികച്ചും നാടകീയമായി ഒരു സംഘം ദൂതന്മാരവിടെ വരുന്നത് കാണാം. ഇടയന്മാരും ദൂതന്മാരും. അതിൽ ദൂതന്മാരവിടെ വന്നു. ആ സമയത്ത് നിശയുടെ നിശബ്ദതയിൽ ഗഗനതലങ്ങളാകവേ താരാവലികളെ കൊണ്ട് നിബിഡമായിരിക്കുമ്പോൾ ഒരുപക്ഷെ ഈ ഭൂമിയെ മുഴുവൻ പാൽപ്പുഴ ഒഴുക്കി ചന്ദ്രൻ മന്ദമന്ദം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അനുഗ്രഹീതമായ നിശബ്ദതയിൽ കീറിമുറിക്കുന്ന അനുഗ്രഹീതമായ ശബ്ദം കൊണ്ട് ലോകത്തെ യേശു ക്രിസ്തു എന്ന അനുഗ്രഹീതനായ ഇവൻ അനുഗ്രഹിച്ച ആ സമുഹൂർത്തം, ആ മുഹൂർത്തത്തിൽ സംഭവിച്ച മറ്റൊരു കാര്യം ദൈവദൂതൻ്റെ പ്രഖ്യാപനം. ഈ കിടക്കുന്ന ചോരയണിഞ്ഞ് കിടക്കുന്ന ശിശുവാരാണ്? ലൂക്കോസ് 2:10-11. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ഞങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന പ്രത്യേകമാർക്ക് ഇവിടെ ജനിച്ച ഈ ശിശുവാരാണ്? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. ഇവിടെ ചില ആളുകൾ, ക്രിസ്ത്യാനികൾ, പരമ്പരാഗത ക്രിസ്ത്യാനികൾ, പാർഷദന്മാർ, ഉപദേശകർ, അച്ഛന്മാർ സാധാരണ യേശു ക്രിസ്തുവിനെ യേശു എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ കുറെ പ്രസംഗികൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റാണ്. യേശു ക്രിസ്തുവിനെ അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. 1-2 പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം യേശു ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു, അതിന് നമ്മുടെ ദൈവവും രക്ഷിതാവുമായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ദൈവത്തെയും ക്രിസ്തുവിനെയും വേർതിരിക്കുവാൻ കഴിയാതെ വണ്ണം രക്ഷകനായ ദൈവമെന്നും രക്ഷകനായ ക്രിസ്തു എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വേർതിരിക്കാൻ കഴിയാതെ വണ്ണം വന്ന നമ്മുടെ കർത്താവ് ജനിച്ചപ്പോൾ തന്നെ ആരാണ് കർത്താവ്? അതെല്ലാം വിശദീകരിക്കുന്നില്ല. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ പേർ പറയുന്ന എലോഹീം, ഞാൻ, നീ, അവൻ എന്ന് നമ്മുടെ മലയാള വ്യാകരണം. ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ, ഈ ഇങ്ങനെ വ്യവഹരിക്കാൻ കഴിയുന്ന 3 പേരിൽ ഒരുവനാണ് ഈ കിടക്കുന്നത്. അങ്ങനെ കിടക്കുന്നവരാണ് കർത്താവ്. കർത്താവ് എന്നുള്ള വാക്കിന് കൊടുത്തിരിക്കുന്നത് യഹോവ എന്ന പേര് കൂടെ ഉച്ചരിക്കുവാൻ പാടില്ലാത്ത വിധം അത്യന്തം പവിത്രമായിരിക്കയാൽ അവർ യഹൂദന്മാർ ആ ദൈവത്തെ മറ്റൊരു പേര് ഉപയോഗിച്ച് വിളിച്ചു, അഡോണായി. അഡോണായി എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയും BC 250 ഗ്രേക്ക ഭാഷയിലേക്ക് എബ്രായ ബൈബിൾ വിവർത്തനം ചെയ്തപ്പോൾ അതിന് കൂറിയോസ് എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. ആ കൂറിയോസ് മലയാള ഭാഷയിൽ വന്നപ്പോൾ കർത്താവായി, ഇംഗ്ലീഷുകാരുടെ കയ്യിലെത്തിയപ്പോൾ ലോർഡായി. ചുരുക്കി പറഞ്ഞാൽ കർത്താവ് എന്ന് പറഞ്ഞാൽ ദൈവം എന്ന്. അതുകൊണ്ടാണ് വേർതിരിക്കാൻ കഴിയാത്തവണ്ണം ദൈവമായ രക്ഷകനെന്നും രക്ഷകനായ ദൈവമെന്നും രക്ഷകനായ ക്രിസ്തു എന്നും മാറി മാറി പറയുന്നതിന് കാരണം. അതുകൊണ്ട് തീത്തോസിൻ്റെ ലേഖനത്തിലും റോമാലേഖനത്തിലും അതുപോലെ തന്നെ തിമോത്തേസിൻ്റെ ലേഖനത്തിലെല്ലാം
രക്ഷകനായ ദൈവം എന്ന് പറഞ്ഞിട്ട് ഉടനെ യേശുക്രിസ്തു രക്ഷകനെന്നും പറയുന്നുണ്ട്. അത് വേർതിരിക്കാൻ കഴിയയില്ല. എനിക്കിനി അവിടെ നിൽക്കാൻ സമയമില്ല, അടുത്ത ഭാഗത്തേക്ക് വരിക. അങ്ങനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇവിടെ ഐഹിക ലോകത്തിൽ അവതരിക്കുകയുണ്ടായി. ദൈവദൂതന്മാർ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, അന്ന് വരെ സർവ്വലോക ജനകോടികളെ ഒരുപോലെ തന്നെ സന്തോഷിപ്പിക്കുവാൻ കഴിയുന്ന, എല്ലാവർക്കും ഒരുപോലെ തന്നെ നാം അറിയുന്ന നിലയിൽ സർവ്വജനീനമായ ഒരു പ്രഖ്യാപനം എവിടെയും ഉണ്ടായിട്ടില്ല. സർവ്വജനത്തിനും അംഗീകരിക്കാൻ കഴിയുന്ന ഒരേ ഒരു വാക്ക് സാർവജനീനമായ ഈ സന്ദേശം, അതാണ് സുവിശേഷം. ഇവിടെ കുറേ പ്രസംഗർ പറയുന്നത് ഈ സുവിശേഷത്തിന് കുറേ വ്യാഖ്യാനം കൊടുക്കാറുണ്ട്. തെറ്റാണ്. സുവിശേഷത്തിന് ഒറ്റ വ്യാഖ്യാനമേ ഉള്ളൂ, നിർവചനമേ ഉള്ളൂ, പിന്നെ പറയും. തൽക്കാലം വിടുകയാണ്. എന്താണ് സുവിശേഷം? ദൈവദൂതൻ പറഞ്ഞു സുവിശേഷം എന്താണ്? ഇവിടെ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് ജനിച്ചിരിക്കുന്നു. ഇത് ഖണ്ഡന മണ്ഡനമടങ്ങിയ ഒരു പ്രസംഗമാണ്. അതിലേക്ക് ഞാൻ വരാൻ പോവുകയാണ്. അതിനാണ് തിരക്ക് കൂട്ടുന്നത്. അവിടെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു, അവിടുന്ന് വളർന്നു. അവിടുന്ന് 12-ാമത്തെ വയസ്സിൽ യെരൂശലേം ദൈവാലയത്തിലേക്ക് പോയി. ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതും നമ്മൾ കാണുന്നു. പിന്നെ നമ്മുടെ കർത്താവിനെ 30-ാമത്തെ വയസ്സിലാണ് ലൂക്കോസ് അവതരിപ്പിക്കുന്നത്. ഈ 17 വർഷം യേശു ക്രിസ്തു എവിടെയായിരുന്നു? ഇത് വലിയൊരു കഥയാണ്. കാരണം യേശു ക്രിസ്തു ഈ 17 വർഷം കേവലം നസറത്തിലുണ്ടായിരുന്ന ആ യോസേപ്പിൻ്റെ പണിപ്പുരയിൽ തച്ചവേലയും ചെയ്ത് ജീവിച്ചോ, വേറെ എന്തെങ്കിലും പഠിക്കാൻ പോയോ, അല്ല വേറെ എന്തെങ്കിലും ചെയ്യാൻ പോയോ എന്ന് പരിശോധിക്കണം. പക്ഷേ ബൈബിൾ അനുസരിച്ച് അവൻ പാലസ്തീൻ നാട് വിട്ടു പോയിട്ടില്ല, നസറത്ത് വിട്ടു പോയിട്ടില്ല, മാതാപിതാക്കൾക്ക് കീഴടങ്ങി അവിടെ തന്നെ പാർത്തു എന്ന് ലൂക്കോസ്. എന്നാൽ ഇതേ സുവിശേഷം കൊണ്ട് സമർത്ഥിക്കുവാൻ കഴിയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ സമീപകാലത്തൊരു പ്രചരണം നടക്കുന്നുണ്ട്. ഇവിടെ കലഞ്ഞൂർകാരൻ ഒരു ചെല്ലപ്പൻ പിള്ളയും ഇപ്പോൾ എറണാകുളത്ത് നിന്ന് കുരുക്ഷേത്ര പ്രകാശൻ അവരും കൂടെ സംഘപരിവാറിൻ്റെ പുസ്തകം അവർ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തു ഭാരതത്തിൽ, ക്രിസ്തുദേവൻ ഭാരതത്തിൽ എന്ന് പറഞ്ഞ് 2 പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ അടിവേര് എവിടെയാണെന്ന് പരിധി നോക്കിയാൽ നമ്മൾ എത്തിച്ചേരുന്നത് അഹമ്മദ് ഖാദിയാനികളുടെ കയ്യിലാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ് ഇവർക്ക് ഇന്ധനം കിട്ടിയിരിക്കുന്നത് മനസ്സിലായി. അപ്പോൾ ഈ പുസ്തകം പരിശോധിച്ചാൽ തോന്നും യേശു ക്രിസ്തു ഇന്ത്യയിൽ വന്ന് എന്താണ് ചെയ്തത്? പറഞ്ഞു യേശു ക്രിസ്തു 12-ാമത്തെ വയസ്സിൽ യെരൂശലേമൊക്കെ വിട്ട് അവിടുത്തെ നാടുമൊക്കെ വിട്ടിട്ട് അദ്ദേഹം അങ്ങനെ സഞ്ചരിച്ച് ഒടുവിലായി നമ്മുടെ രാജ്യത്ത് വന്നു. കാബൂളിലോ മറ്റോ കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് അദ്ദേഹം നേരെ ബോംബെയിൽ വന്ന് കല്യാൺ വഴി നേരെ കിഴക്കോട്ട് തിരിച്ച് ഒറീസയുടെ തലസ്ഥാനമായ ഭുവനേശ്വരത്തിൽ വന്ന് അവിടെയുള്ള വൈദിക ആചാര്യന്മാരോടുകൂടി വൈദിക വിദ്യ 6 വർഷം പഠിച്ചു. അതിനുശേഷം അദ്ദേഹം അവിടെ നേരെ വടക്കോട്ട് യാത്ര ചെയ്തു. അങ്ങനെ കപിലവസ്തുവിൽ ചെന്നു. അവിടെ ചെന്നിട്ട് ബൗദ്ധമത ആചാര്യന്മാരോട് ബൗദ്ധ സിദ്ധാന്തം എല്ലാം പഠിച്ചു. ഇത്രയും പഠിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം 29-30 വയസ്സായി. അങ്ങനെ അദ്ദേഹം പിന്നെ ഹിമാലയ സാനുക്കളിലൂടെ സഞ്ചരിച്ച് നേരെ ഇവിടെ ഗലീലയിൽ എത്തിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന് വയസ്സ് 30. ഈ 17 വർഷം ഇവിടെ ആയിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ എനിക്ക് സമയമില്ല. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്നാണ് എൻ്റെ പേര്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഇത്തരം ആരോപണങ്ങളെല്ലാം വായിച്ച് മറുപടി പറയാനുള്ള എല്ലാ കരുക്കളും ശേഖരിച്ച് എവിടെയും ആരെയും നേരിടാനുള്ള ആയുധമെടുക്കാത്ത തൻ്റെ ഇടത്തോടുകൂടെയാണ് ഞാൻ അരങ്ങിൽ വരുന്നത്. അതുകൊണ്ട് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടുന്ന് ഇന്ത്യയിൽ വന്നിട്ടില്ല. ഏകദേശം എത്ര വലിച്ചു നീട്ടിയാലും 90 മൈൽ, ഇങ്ങോട്ട് വലിച്ചു നീട്ടിയാൽ 60 മൈൽ. ഇതിനപ്പുറം വീതിയില്ലാത്ത കനാൻ നാട് വിട്ട് യേശുക്രിസ്തു എവിടെയും പോയില്ല. പാലസ്തീൻ ഒന്നും മനഃപൂർവ്വം പറയാത്തതാണ്. ഉടനെ വേറെ അവകാശികൾ വരും. അതുകൊണ്ട് പാലസ്തീൻ പ്രശ്നം തന്നെ തെറ്റാണ്. പാലസ്തീൻ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശമാണ്. കനാൻ നാട് എന്നുള്ളതാണ് ശരി. അതിനാണ് ഇസ്രായേൽ. പാലസ്തീനെ തെറ്റിദ്ധാരണ ഉളവാക്കിയത് റോമാക്കാരാണ്. നേരെ മറിച്ച് യേശുക്രിസ്തു അവിടെ വിട്ട് എവിടെയും പോയിട്ടില്ല. പിന്നെ ആയക്കൂടെ പോയിട്ടുണ്ട്. അതിന് അതിർത്തി വേഗിച്ച് ഒരിക്കൽ സുറാഫീനിക്കാരി സ്ത്രീ അവൾ വിളിച്ചപ്പോൾ ആ പട്ടണം വരെ ഒന്ന് പോയി. ഇത് കഴിഞ്ഞ് യേശുക്രിസ്തുവിനെ കൊച്ചുനാളിൽ മറിയം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഈജിപ്തിലേക്ക്. ഇത് ഒഴിച്ചാൽ എവിടെയും പോയിട്ടില്ല. ഒന്ന്. രണ്ടാമത് കർത്താവായ യേശുക്രിസ്തു പാലസ്തീനിൽ തന്നെ അവിടെ താമസിച്ചിരുന്നു. ലൂക്കോസ് പറയുന്നത് മാതാപിതാക്കളെ കീഴ്പ്പെട്ട് അവിടെ വസിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ട് എവിടെയും പോയിട്ടില്ല. മൂന്നാമത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നെങ്കിലും പഠിച്ചിരിക്കണം. അപ്പോൾ വൈദികാര്യന്മാരോട് പഠിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യാഗവിദ്യയും അതോടൊപ്പം തന്നെ വൈദിക വേദങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കണം. അത് പഠിക്കാൻ യേശുക്രിസ്തു ഇവിടെ വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആര്യന്മാരുടെ വേദങ്ങളിൽ ഇന്ത്യയിൽ നടക്കുന്ന യാഗപദ്ധതിയേക്കാൾ അനുഗ്രഹം
അനുഗ്രഹീതവും വ്യക്തമായ പാഠക്കുറിപ്പുകളും അനുഗ്രഹീതമായ പദ്ധതി വിശദീകരണവുമുള്ള അനുഗ്രഹീതമായ യാഗപദ്ധതി യഹൂദന്മാർക്കുണ്ടായിരുന്നു. അതാണ് ലേവ്യ പുസ്തകം. ഇത്രയും ക്രമനിബദ്ധമായിരിക്കുന്ന ഒരു യജ്ഞപദ്ധതി അവിടെ ഉണ്ടായിരിക്കുമ്പോൾ ഇവിടെ വന്ന് ഈ ചപ്പടാച്ചി കേൾക്കാൻ യേശുക്രിസ്തു വരണ്ട. അതുകൊണ്ട് യേശുക്രിസ്തു ഇവിടെ വന്ന് അത് പഠിച്ചിട്ടില്ല. പിന്നെ യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ എവിടെയെങ്കിലും ആര്യ സിദ്ധാന്തത്തിൻ്റെ അല്പംശം പോലും കാണാൻ കഴിയില്ലെന്ന് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന ഞാൻ ഉറക്കെ വെല്ലുവിളിച്ച് തന്നെ പറയുന്നു. നാലാമത് നമ്മുടെ കർത്താവ് ഇവിടെ നിന്ന് ബുദ്ധമതം പഠിച്ചു എങ്കിൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ബുദ്ധമതത്തിൻ്റെ ഏതെങ്കിലും ഒരു ആശയം അദ്ദേഹത്തിനുണ്ടായിരിക്കണം. ബുദ്ധമതം നാസ്തിക മതമാണ്. ദൈവത്തിന് സ്ഥാനമില്ല, ആത്മാവിനും സ്ഥാനമില്ല. യേശുക്രിസ്തു പഠിപ്പിച്ചത് ആളത്വമുള്ള സഗുണ സനാതന സത്താവിശേഷമായ സമുന്നതനായ സ്വർഗസ്ഥനായ ദൈവത്തെക്കുറിച്ചാണ്. രണ്ടാമത് അവിടുന്ന് സ്വർഗത്തെക്കുറിച്ച് മാത്രമല്ല ആത്മാവിനെക്കുറിച്ചും പറഞ്ഞു. അങ്ങനെ ആത്മാവിനെക്കുറിച്ചും പഠിപ്പിച്ച ആളാണ്. ബുദ്ധമതത്തിൽ ദൈവവുമില്ല ആത്മാവുമില്ല, പിന്നെ ബുദ്ധമതത്തിൽ നിന്ന് എന്ത് പഠിക്കാൻ? അതിന് പുറമെ നമ്മുടെ കർത്താവ് പിന്നെ ബുദ്ധമതത്തിൽ നിന്ന് പഠിക്കേണ്ടത് യോഗവിദ്യയാണ്. യോഗവിദ്യ യമ നിയമാദി ആസനങ്ങൾ ഉൾപ്പെട്ട യാഗവിദ്യ പഠിക്കണം. ഈ യാഗവിദ്യ ഒന്നും യേശുക്രിസ്തു ഒരിക്കലും ഉപദേശിച്ചിട്ടില്ല. യേശുക്രിസ്തു തന്നെ അങ്ങേയറ്റം നമ്മളിവിടെ കാണുന്ന പടങ്ങളിലനുസരിച്ച് പറഞ്ഞാൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നതല്ലാതെ വേറെ ഒന്നും കാണാൻ കഴിയില്ല. യാഗവിദ്യാനുസരിച്ച് പത്മാസനം, അർദ്ധപത്മാസനം, ഹലാസനം, ഡാഷ് ഡാഷ് 64 ആസനങ്ങളിൽ ഇരിക്കണം. ഇതൊന്നും കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. ആരോടും പറഞ്ഞില്ല ഒരു മൂക്കിലൂടെ വായു വലിച്ചകത്ത് കയറ്റി മറ്റേ മൂക്കിലൂടെ അല്പം നിർത്തി ഇങ്ങോട്ട് വിട്ട് പ്രാണായാമമൊക്കെ ശീലിച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്തിട്ടും ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ല. ഇനി ഇന്ത്യയിൽ യേശുക്രിസ്തു വന്നിരുന്നു എങ്കിൽ കുറഞ്ഞപക്ഷം 2 കാര്യം പറയണം. ഞാനിങ്ങനെ ഇന്ത്യയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തില്ലാത്തതായ ഒരു വലിയ വിശിഷ്ട ജീവിയെ കാണുകയുണ്ടായി. നമ്മുടെ ഇവിടെ കാണുന്ന ജീവികൾക്ക് 4 അവയവങ്ങൾ അല്ലെങ്കിൽ 5 എണ്ണം ഉണ്ട്, 4 കാലും 1 വാലും. എന്നാൽ 6ാമത്തെ ഒരു അവയവം കൂടെ ഉള്ള ഒരു ജീവിയെ കണ്ടു. അതിനെ ആന എന്നാണ് അവിടുത്തെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഐരാവതം. അതിന് തുമ്പിക്കൈ എന്നൊരു അവയവം മുമ്പോട്ടുണ്ട്. അതിങ്ങനെ ഇഷ്ടം പോലെ വലിച്ച് നീട്ടാവുന്നതും വലിച്ച് ചുരുക്കാവുന്നതുമാണ്. അതുപോലെ ആയിരിക്കണം നമ്മുടെ വിശ്വാസം എന്നെങ്കിലും പറയണം. അതും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ കർത്താവ് അതിന് പുറമെ സഞ്ചരിച്ച് വന്നപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്ന മധുരമുള്ള മനോഹരമായ പുറം മുഴുവൻ മുള്ളു നിറഞ്ഞ ചക്ക, അത് ഒറീസയ്ക്ക് ധാരാളം കിട്ടും. ഒറീസ താമസിച്ച കാലത്ത് ചക്ക കണ്ടിരുന്നെങ്കിൽ യേശുക്രിസ്തു ഈ അത്തിപ്പഴം പറിക്കുന്ന കാര്യമൊന്നും പറയാതെ ഇവിടെ കണ്ട ചക്കയുടെ കാര്യം പറയണം. വിശ്വാസം പുറം കണ്ടാൽ പരിക്കനായിരിക്കണം, കൊണ്ടുപോലിരിക്കണം, പൊട്ടിച്ചു കഴിഞ്ഞാൽ നാസാരന്ധ്രം കീറിപ്പോകുന്ന മണം കലരുന്നതായിരിക്കണം. മാത്രമല്ല തിന്നാൽ മതി നിർത്താതെ തിന്നാൻ തോന്നുന്ന ചക്ക, അത് ഞാൻ അവിടെ കണ്ടു. ഇതുപോലെ ആയിരിക്കണം. അതുപോലെ ദൈവത്തിന് സുഗന്ധവാസനയായിരിക്കണം നിങ്ങളെന്നൊക്കെ പറയും. അതൊന്നും പറയാൻ പോയില്ല. അപ്പോൾ ഇത് ഇന്ത്യയിൽ നിന്ന് ഒറ്റ കാര്യമില്ല, 35 ഉപമകൾ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഈ 35 ഉപമകളിൽ ഒറ്റ ഉപമ പോലും ഇന്ത്യൻ മണ്ണിൽ നിന്നില്ല. എല്ലാം അവിടെ കാണുന്ന കനാൻ നാട്ടിൽ കാണുന്ന അവിടെയുള്ള കൊക്കും കുളക്കോഴി എന്നൊക്കെ ഞാൻ പറയുന്നതാണ്. അവിടെ കാണുന്ന കുറുനരിയും പാമ്പും അതും ഇതുമൊക്കെയാണ്. പിന്നെ അവിടെ വീശി വിതയ്ക്കുന്ന ഗോതമ്പ്, അവിടെ വിതയ്ക്കുന്നതായ മുന്തിരി, ഇതൊക്കെയാണ് യേശുക്രിസ്തുവിന് ഉപമയപ്പെടുന്നത്. വേറെ യാതൊന്നുമില്ല. നേരെ മറിച്ച് ഇവിടെ നിന്നുള്ള ഏതെങ്കിലും ഒന്ന് പറയണ്ടേ, അതൊന്നും ഇവിടെ വന്നിട്ടില്ല. ഇനി ഏറ്റവും ഒടുവിലായി പറഞ്ഞാൽ യേശുക്രിസ്തു നസറത്ത് വിട്ട് പോയിട്ടില്ല. ലൂക്കോസ് 4-ാം അധ്യായത്തിൽ പറയുന്നത് അവൻ പതിവ് പോലെ പള്ളിയിൽ പോയി എന്നാണ്. അപ്പോൾ 12-ാമത്തെ വയസ്സിൽ ഒരു ദിവസം പള്ളിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് കർത്താവ് 30-ാമത്തെ വയസ്സിൽ പള്ളിയിൽ പോയി. പതിവ് പോലെ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 52 ഞായറാഴ്ചയും പോകണം. ഇനി ഇടയ്ക്കൊന്ന് വിട്ടുപോയാലും പറയാം. എന്നാൽ പതിവ് പോലെ എന്നാണ് ഇവിടെ ലൂക്കോസ് പറയും. അവൻ പതിവ് പോലെ പള്ളിയിൽ പോയി. പതിവ് പോലെ പള്ളിയിൽ പോയി എന്ന് പറയണമെങ്കിൽ 52 ശനിയാഴ്ചയും പോയി. ശനിയാഴ്ചയാണല്ലോ അവർക്ക്, അത്രയും പോകണം. അതുകൊണ്ട് പള്ളിയിൽ പോയി. പിന്നെ പുറമെ ഇവൻ അവിടെ ചെന്നപ്പോൾ അവിടെ ശിശു വിളിക്കുന്നവൻ വായിക്കാൻ പുസ്തകം എടുത്തു കൊടുത്തു എന്ന് എഴുതിയിട്ടുണ്ട്. വായിക്കാൻ പുസ്തകം എടുത്തു കൊടുത്തു എങ്കിൽ ആ പുസ്തകത്തിൽ പ്രത്യേകിച്ച് ഓടിച്ചെന്നാലൊന്നും യഹൂദൻ കൊടുക്കുകയില്ല. യഹൂദൻ്റെ സിന്നഗോഗ് എന്ന് പറയുന്നത് 7 വായനക്കാരുള്ളതാണ്. 7 വായനക്കാരുള്ളത് അവർക്ക് ശുശ്രൂഷിക്കുന്നവർ പുസ്തകം കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ കർത്താവ് പതിവ് പോലെ പള്ളി ചെന്നപ്പോൾ അന്നത്തെ ഊഴം തനിക്കായിരുന്നു വായിക്കാൻ. 7 വായനക്കാരുള്ളതിൽ നസറത്തിലെ പള്ളിയിലെ ഒരു വായനക്കാരനായിരുന്നു നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് പതിവ് പോലെ അവൻ പള്ളിയിൽ ചെന്നപ്പോൾ ശുശ്രൂഷിക്കുന്നവൻ ആ യേശയ്യാ പ്രവചനം അവൻ്റെ കൈ കൊടുത്തു. അവൻ ഒരല്പം മര്യാദകേട് കാണിച്ചാണ് വായിച്ചത്. അതൊക്കെ പറയുന്നില്ല. അങ്ങനെ മര്യാദകേടെന്നൊക്കെ കർത്താവിനെ പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. അവൻ വായിച്ചിട്ട് ഒരു വാചകം പൂർത്തീകരിക്കാതെ മടക്കിയാണ് കൈ കൊടുത്തേച്ച് മതിയാക്കി പോട്ടെ, അത്രയും ചെയ്തു. ഇങ്ങനെ പറഞ്ഞാൽ 1 മണിക്കൂർ ഇവിടെ നിന്ന് യേശുക്രിസ്തു ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നും കനാൻ നാട് വിട്ടു പോയിട്ടില്ലെന്ന് സമർത്ഥിക്കുവാനുള്ള എല്ലാ കരുക്കളും എൻ്റെ കീശയിലുണ്ട്. സമയം പരിമിതം, വിഷയം വിസ്തൃതം, ഞാൻ വിട്ടിട്ട് അപ്പുറത്ത് വരിക. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇന്ത്യയിൽ വന്നു എന്നുള്ളത് കപടവാദമാണ്. അത് അംഗീകരിക്കുന്നില്ല. പിന്നെ മറ്റൊരു സിദ്ധാന്തം ഞാൻ പിന്നെ പറയും. ഇതിനും പുറമെ
ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സങ്കല്പമാണെന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സങ്കല്പവാദം ഇന്ന് തുടങ്ങിയതല്ല, 19-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ്. യേശുക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല. അതിനുമുമ്പ് ഇവിടെ കുറേ ലിബറൽ തിയോളജന്മാരെല്ലാം യേശുക്രിസ്തുവിൻ്റെ തേജസ്സേറിയ വസ്ത്രം ഉരിച്ചു. എന്നാൽ അവിടെ അസ്തിത്വം ഉരിനീക്കിയത് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ബ്രൂണോ ബാവുവർ എന്ന് പറയുന്ന ഒരു തിയോളജനായിരുന്നു. അദ്ദേഹം യേശുക്രിസ്തുവിന് അസ്തിത്വം തന്നെ നിഷേധിച്ചു. അങ്ങനെ വന്നപ്പോൾ പലരും അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് യേശുക്രിസ്തു ജീവിച്ചിരുന്നേയില്ല, സങ്കല്പമാണെന്നൊക്കെ പറഞ്ഞ് എഴുതാൻ തുടങ്ങി. ഒരുപക്ഷെ ഈ ആശയം നമ്മുടെ ഇവിടുത്തെ മലയാള സാഹിത്യകാരൻ സഖറിയായുടെ കയ്യിൽ കിട്ടിയെങ്കിൽ അദ്ദേഹം അതും പറയുമായിരുന്നു എന്ന് പറഞ്ഞ ഒരു ലേഖനം യേശുക്രിസ്തു ഇന്ത്യയിൽ നിന്ന് കേട്ടപ്പോൾ ഉടനെ അദ്ദേഹം അതിനെക്കുറിച്ച് പഠനം നടത്തണമെന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇതും പഠനം നടത്താൻ. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അനവധി ചരിത്രകാരന്മാർ യേശുക്രിസ്തുവിൻ്റെ അസ്തിത്വം സ്ഥാപിച്ചുകൊണ്ട് എഴുതാൻ തുടങ്ങി. നൂറുകണക്കിന് ചരിത്ര ഗ്രന്ഥങ്ങളുണ്ടായി. അങ്ങനെയുള്ള ചരിത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് ക്രിസ്ത്യാനി എഴുതിയതല്ല, നേരെ മറിച്ച് യുക്തിവാദിയെന്നോ നാസ്തികനെന്നോ പറയാൻ കഴിയുന്ന റനാൻ എഴുതിയതാണ്. അങ്ങനെ റനാൻ എഴുതിയതായ ആ പ്രത്യേക ചരിത്രത്തിൽ ലൈഫ് ഓഫ് ജീസസ്, അതിലത് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതുമെല്ലാം വിശദീകരിക്കുന്നില്ല, ഒരു ചെറിയ 2-3 വാചകങ്ങൾ മാത്രം. അദ്ദേഹം പറഞ്ഞു, അല്ലയോ നസറായനായ യേശുവേ, മഹാത്മാവേ, അവിടുന്ന് മഹാനായ പരിഷ്കർത്താവാണ്. അങ്ങയുടെ ദൗത്യം അങ്ങ് പൂർത്തീകരിച്ചിരിക്കുന്നു. അങ്ങ് മഹത്വത്തിൽ വിശ്രമിച്ചാലും അല്ലയോ യേശുവേ, ഇനി ഒരു 1000 ആണ്ടുകൾക്ക് ലോകത്തിലെ മുഴുവൻ ജനതയ്ക്കും അംഗീകരിക്കുവാൻ കൊള്ളാകുന്നവൻ നീ മാത്രമാണ്. അല്ലയോ 1000 ആണ്ടുകൾക്ക് അനവധി ആളുകളുടെ ഏറ്റവും വലിയ അംഗീകാരവും ആരാധനയും അങ്ങയെക്കുറിച്ച് മാത്രമല്ലേ ആയിരിക്കും. അല്ലയോ നസറായനായ യേശുവേ, ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും പ്രമാണമായിരിക്കുന്നതും അങ്ങ് തന്നെയാണ്. അല്ലയോ നസറായനായ യേശുവേ, അങ്ങാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന സകല ആശയങ്ങൾക്കും സമരത്തിനെല്ലാം കാരണമാകുന്നത്. അങ്ങയുടെ മഹത്വപരമായ നാമം വരുവാൻ പോകുന്ന ആയിരക്കണക്കിന് സമരങ്ങൾക്കും കാരണമാകും. അല്ലയോ നസറായനായ യേശുവേ, അങ്ങേ ഒരിക്കലും ഇളക്കി മറിക്കുവാൻ ശ്രമിക്കുന്നവന് അത് സാധ്യമല്ല. അത് ഭൂമിയെ തകിടം മറിക്കുന്നത് പോലെയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞു, അല്ലയോ നസറായനായ യേശുവേ, അങ്ങ് നീണാൾ വാഴട്ടെ. അങ്ങ് ദൈവത്തെയും ഞങ്ങളെയും മറച്ചിരുന്ന ആ തിരശീല എന്നേക്കുമായി മാറ്റിത്തന്നു. ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ദൈവത്തെയും അങ്ങയെയും വേർതിരിക്കുവാൻ കഴിയയില്ല. 1000 ആണ്ടുകൾ അങ്ങയെ പ്രകീർത്തിക്കും. 1000 ആളുകൾ അങ്ങയെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് റനാൻ തൂലിക താഴെ വെച്ചത്. ലോകപ്രസിദ്ധ നാസ്തിക ആചാര്യനായ ഇംഗർസോൾ ഒരിക്കൽ പ്രസംഗ പര്യടനം നടത്തുമ്പോൾ അമേരിക്കയിൽ പടുകൂറ്റൻ പള്ളികൾ കണ്ട് വളരെയേറെ വിഷണ്ഡചിത്തനായ ഇംഗർസോൾ തൻ്റെ സഹചരനായ ലീ വാലസിനെ വിളിച്ചു, വാലസ്, നീ ഒരു പുസ്തകം എഴുതണം. യേശുക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല, അത് നീയും ഞാനും അറിയുന്ന സത്യം, അത് ലോകത്തെ അറിയിക്കാൻ പുസ്തകം എഴുതണം. ലീ വാലസ് പറഞ്ഞു, ഞാനങ്ങ് എഴുതാം ഒരു പുസ്തകം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, യേശുക്രിസ്തുവിനെ കുറിച്ചൊരു പുസ്തകം എഴുതണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി 4 സുവിശേഷങ്ങളും പരിശോധിച്ചു. ഞാൻ നേരെ പാലസ്തീനിലേക്ക് ചെന്നു. അവനെക്കുറിച്ച് എഴുതാൻ തുടങ്ങിയപ്പോൾ ഏതൊരു ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് ഞാൻ എഴുതുവാൻ ശ്രമിച്ചുവോ ആ ക്രിസ്തു ജീവിച്ചിരുന്നു എന്നുള്ളതിന് ധാരാളമായ തെളിവുകൾ ലഭിച്ചു. അതുകൊണ്ട് അദ്ദേഹം എഴുതി ലീ വാലസ് എഴുതിയ ആ പുസ്തകത്തിൻ്റെ പേര് ബൻഹർ. ബൈബിൾ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള കൃതിയായി അത് മാറി. അതുപോലെ റനാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, യേശുക്രിസ്തു ജീവിച്ചിരുന്നോ ഇല്ലോ എന്ന് പരിശോധിക്കാൻ ഞാൻ ആദ്യം 4 സുവിശേഷങ്ങളും പരിശോധിച്ചിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലകാലങ്ങൾക്ക് ഭൂമിശാസ്ത്രപരമായി മറ്റു നില എന്തെല്ലാം ബന്ധമുണ്ടെന്ന് കാണാം. ഞാൻ നേരെ പാലസ്തീനിലേക്ക് പോയി. അവിടെ ചെന്ന് അവിടെ കണ്ട ഓരോ കാഴ്ചകളും 4 സുവിശേഷത്തെയും സ്ഥിരീകരിക്കുന്ന 5-ാം സുവിശേഷമായി ഇന്ന് ക്രിസ്തുവിൻ്റെ ചരിത്രം എഴുതുന്ന ഏതൊരു ചരിത്രകാരനും 5-ാം സുവിശേഷം എന്നൊരു അധ്യായം എഴുതാതെ കഴിയുകയില്ല. അവിടെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തു ചരിത്രത്തിൻ്റെ ആണിക്കൽ തന്നെയാണ്. യേശുക്രിസ്തു ചരിത്രത്തിൻ്റെ മൂലക്കല്ലാണ്. ബൈബിൾ പറയുന്നത് പോലെ അവനത്രേ ഇതിനെല്ലാം ആധാരമായിരിക്കുന്നവൻ. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടുന്ന് വെറും കൽപ്പിത കഥയല്ല, നേരെ മറിച്ച് ആളത്വമാണ്. H.G. വെൽസ് ഇങ്ങനെ പറയുകയുണ്ടായി, ഇവനെ പരിശോധിച്ചാൽ ഒരു സങ്കല്പ പുരുഷനെന്ന് പറയാനൊക്കെയില്ല. ഇവൻ ചരിത്രം ജീവിച്ചിരുന്ന ഇത്രയേറെ കാന്താകർഷണ ശക്തിയുള്ള മറ്റൊരു വ്യക്തി ഉണ്ടായിട്ടില്ല. വെൽസ് ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ ഉദ്ധരണം തന്നെ ഒരു 100 കണക്കിന് പറയാൻ കഴിയും. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ എങ്ങനെയും ഇല്ലാതാക്കാൻ ശ്രമിച്ച എല്ലാവരും പരാജയപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ ലോകത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സർവ്വ ആരാധ്യനായി, സർവ്വ ഉന്നതനായി, സമസ്ത ചരാചരപ്പുള്ളതായി ആരാധിക്കപ്പെടുന്ന, ആലാപനം ചെയ്യപ്പെടുന്ന, ആഘോഷിക്കപ്പെടുന്ന അനുഗ്രഹീത സത്താവിശേഷമാണ് കർത്താവായ യേശുക്രിസ്തു. ഇവിടെ 3-ാമത്തെ കുറിപ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതിൽ 2 കാര്യം കൂടെ. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അവിടുന്ന് ഇന്ത്യയിൽ വന്നില്ല എന്നും മിഥ്യയല്ലെന്ന് ഞാൻ പറഞ്ഞു. ഒരു കാര്യം കൂടെ, യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ആശയങ്ങളാണ് അവിടുന്ന് സംഭാവന ചെയ്തത്.
അതുകൊണ്ട് ചരിത്രകാരനായ നെഹ്റു പറയുന്നത് ഇങ്ങനെയാണ്, അവിടെ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചാൽ യഹൂദന്മാർക്ക് അവർ നിന്ന സ്ഥലം തന്നെ തകിടം മറിയുന്നത് പോലെ തോന്നി. അത്രയ്ക്ക് യേശുക്രിസ്തു വിപ്ലവകാരിയായിരുന്നു, അത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും വിപ്ലവകരമായിരുന്നു. വിപ്ലവകരമായ ആശയങ്ങൾ കൊണ്ട് അന്നത്തെ ലോകത്തെ ഇളക്കി മറിച്ച അതുല്യനായ ആചാര്യൻ പോരാ, മനുഷ്യൻ്റെ ആഭ്യന്തരവും ബാഹ്യവുമായിരിക്കുന്ന മണ്ഡലത്തെ എന്ന് പറഞ്ഞാൽ അത് മാനസികം, ശാരീരികം, ഭൗതിക ലോകം ഇവയെല്ലാം ഒരുപോലെ ഇളക്കി മറിക്കുവാൻ കഴിയുന്ന അനുഗ്രഹീതമായ ആശയങ്ങളുടെ ഒമ്പിച്ച പ്രവാഹമായിരുന്നു അവിടുത്തെ കൊച്ചു കൊച്ചു വാക്കുകൾ. കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നു. അവനെക്കുറിച്ച് നിക്കോദെമോസ് പറഞ്ഞ ഒരു കാര്യം ഇവിടെയുണ്ട്. ഇവൻ ഗുരു, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ അടുക്കൽ നിന്നുള്ള ഉപദേഷ്ടാവ് യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന പേരാണ്. ലോകത്ത് ഉപദേശിക്കുവാൻ എത്രയോ ആചാര്യന്മാർ ഇന്ത്യക്ക് പുറത്തൊക്കെ ഉണ്ടായി. ഇന്ത്യയിൽ യാജ്ഞവൽക്യൻ, ഉദാലക, അരുണി, ശേതകേതു തുടങ്ങിയുള്ള ഉപനിഷത്ത് ആചാര്യന്മാരും വേദങ്ങളിൽ പരാമർശിക്കപ്പെടുന്നവരും പുരാണങ്ങളിൽ പരാമർശിക്കുന്ന വസിഷ്ഠനും മറ്റും ഉണ്ടായി വന്നു. ഇങ്ങനെ എത്രയോ ഗുരുക്കന്മാർ. പ്രാചീന തത്വചിന്തയുടെ തറവാടായ ഗ്രീസിലേക്ക് ചെന്നാൽ അവിടെ എത്രയെത്ര ആചാര്യന്മാരാണ്. നാം പറയുന്ന ഗ്രീക്ക് അയോണിക് ദാർശനികന്മാർ തുടങ്ങി പിന്നെ അവിടെ അറിയപ്പെടുന്നതായ ഏറ്റവും ശ്രദ്ധേയരായ സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ വായിക്കും ഡെമോക്രീറ്റസ്, പൈതഗോറസ് തുടങ്ങി നിരവധി ആചാര്യന്മാർ. പിന്നെയും അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് ചെന്നാൽ ഇസ്രായേലിലെ പ്രവാചകന്മാർ, പേർഷ്യയിലേക്ക് വന്ന സ്വരദുഷ്ടർ, ചൈനയിൽ ലാവോസയും കൺഫ്യൂഷ്യസും, ഇവരെല്ലാം ഏറെക്കുറെ ഒരു കാലഘട്ടത്തിൽ ലോകത്തെ ദാർശനിക വിചാരം കൊണ്ട് കോരിത്തെരിപ്പിച്ച് നിന്ന് ഉത്കടമായ ചിന്തകളുണ്ട് മസ്തിഷ്കത്തെ ഇളക്കി മറിച്ച മഹാപ്രഭാവശാലികളായിരുന്നു. പക്ഷെ ഒരു കാര്യം ഇവരെല്ലാം ഒരിക്കലും പറഞ്ഞിട്ടില്ല, എൻ്റെ അടുത്ത് വന്ന് എന്നോട് പഠിപ്പിനെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മുടെ 20-ാം നൂറ്റാണ്ടുകളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ദാർശനികൻ അറിയപ്പെട്ട റസൽ പറഞ്ഞത്, എനിക്ക് അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും അറിഞ്ഞുകൂടാ എന്നാണ്. ഞാൻ ഇപ്പോഴും അറിവിനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. പക്ഷേ ലോകം കണ്ട രണ്ടാമത്തെ ഫിലോസഫറായ 20-ാം നൂറ്റാണ്ടിലെ രാധാകൃഷ്ണൻ പറഞ്ഞു ഇതേ ആശയങ്ങൾ. അതുകൊണ്ട് ആരും എല്ലാവരും സമ്മതിക്കുന്നത് ഒടുവിൽ പഠിച്ച് വരുമ്പോൾ ഒന്നും അറിഞ്ഞുകൂടാ എന്ന് അവർ സമ്മതിക്കും. ഞങ്ങൾ അറിവിനെ അന്വേഷിക്കുന്നു എന്ന്. പക്ഷേ യേശുക്രിസ്തു വന്നത് മുതൽ ദൈവത്തിന് അടുക്കൽ നിന്ന് ഇറങ്ങി വന്ന ഉപദേഷ്ടാവെന്ന് പറയും. അത് ശരിയാണ്, അദ്ദേഹം പഠിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ചതുപോലെ ആരും പഠിപ്പിച്ചിട്ടില്ല. എന്നോട് പഠിപ്പിനെന്ന് ആധികാരികമായി പറഞ്ഞവൻ അനന്തതയിൽ നിന്ന് അവനിലേക്ക് ഇറങ്ങി വന്ന് അഖില ലോക ജനകോടികളെ തൻ്റെ അടുക്കലേക്ക് ആഹ്വാനം ചെയ്ത് അവരെയെല്ലാം അക്കമിട്ട് അണയിട്ട് പഠിപ്പിച്ച അനശ്വരനായ അധ്യാപകനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ആധ്യാത്മികം, ഭൗതികം എന്ന് വേണ്ട സാംസ്കാരികം എല്ലാ മണ്ഡലങ്ങളെയും അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ ക്രോഡീകരിച്ചാൽ 3 വാക്കുകളിൽ കൊണ്ട് നമുക്ക് വിശദീകരിക്കാം. സ്നേഹിപ്പിൻ, കൊടുപ്പിൻ, ത്യജിപ്പിൻ. 3 വാക്കുകൾ. ഞാൻ ഈ ഉപദേശം മുഴുവൻ കൂടെ പരിശോധിച്ചിട്ട് ഈ 3 വാക്കുകളാണ് ഒതുക്കിയിരിക്കുന്നത്. സ്നേഹിപ്പിൻ, ഇത് മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലെ പഠിപ്പിച്ചിട്ടില്ല. അതിന് അടിത്തറയിട്ടിട്ടുണ്ട്. ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹിച്ചിട്ട് എന്ത് ചെയ്തു? ഞാൻ യേശുക്രിസ്തു സ്നേഹമാണ്, സ്നേഹിച്ചിട്ട് എന്ത് ചെയ്തു? നിങ്ങളും സ്നേഹിപ്പിൻ കർത്താവ് പറഞ്ഞു. കൊടുപ്പിൻ, ഇതും കർത്താവ് പറഞ്ഞു. ദൈവം കൊടുത്തു, ഞാൻ കൊടുക്കുന്നു, നിങ്ങളും കൊടുപ്പിൻ കർത്താവ് പറഞ്ഞു. ത്യജിപ്പിൻ, ദൈവം ത്യജിച്ചു തൻ്റെ പുത്രനെ. ദൈവം ത്യജിച്ചു, പുത്രൻ ത്യജിച്ചു തൻ്റെ സ്വർഗത്തിലെ പദവികൾ. പുത്രൻ ത്യജിച്ചു, നിങ്ങളും ത്യജിപ്പിൻ. പക്ഷേ ഇത് ക്രൈസ്തവ ലോകത്തിന് മനസ്സിലാകാത്ത ശൈലിയാണ്. എന്നാൽ യേശുക്രിസ്തു പിന്നെയും പറഞ്ഞു കൊടുപ്പിനെന്ന് പറഞ്ഞത് മനസ്സിലായി. യേശുക്രിസ്തു പറഞ്ഞ പോലെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു പറഞ്ഞു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ കൂടെ കുറേ ആളുകളുണ്ട്. ഒരിക്കൽ ചെന്ന് കർത്താവ് പറഞ്ഞു, ഈ ജനം 3 ദിവസം എന്നോട് കൂടെയുണ്ട്, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. ഉടനെ ഇവർ ചോദിച്ചു, എവിടെയാണ് ഈ കാട്ടിൽ ഭക്ഷണം കിട്ടാൻ? 200 പണത്തിന് വാങ്ങിച്ചാൽ തികയില്ല, എവിടെ നിന്ന് പോയി കിട്ടും? നിങ്ങൾ കൊടുപ്പിൻ. ഉടനെ പറഞ്ഞു, നിങ്ങൾ തന്നെ കൊടുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. കയ്യിൽ ഒന്നുമില്ലാതെ കയ്യും വീശി നടക്കുന്ന പാവം ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ തന്നെ കൊടുക്കണം. അപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു 5 അപ്പമുണ്ട്, എല്ലാം കൂടെ വാഴ്ത്തി കർത്താവിൻ്റെ കൈ കൊണ്ടു കൊടുത്തു. കർത്താവ് ഇത് വാങ്ങി വാഴ്ത്തി നുറുക്കി തിരിച്ചു കൊടുത്തു. നമ്മുടെ ധനശാസ്ത്ര തത്വമല്ല നമ്മുടെ കർത്താവിൻ്റെ ധനശാസ്ത്ര തത്വം. നമ്മുടെ ധനശാസ്ത്ര തത്വം എന്ന് പറയുന്നത് നമ്മുടെ ധനശാസ്ത്ര തത്വം എന്ന് പറയുന്നത് എടുക്കും തോറും കുറയുക. നമ്മുടെ കർത്താവിൻ്റെ ധനശാസ്ത്ര തത്വം എന്ന് പറയുന്നത് എടുക്കും തോറും വർദ്ധിക്കുക. ഒടുവിൽ 5 അപ്പം വാഴ്ത്തി നോക്കിയ 12 കൊട്ട അധികം. അത്രയുമായി 5000 പുരുഷന്മാർ മാത്രം തിന്നിട്ട് ഇത്രയുമായി. അപ്പോൾ നമ്മുടെ കർത്താവ് കൊടുപ്പിനെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതെല്ലാം പറഞ്ഞാൽ ഈ വാക്കുകളെല്ലാം കൂടെ ജീവകാരുണ്യം എന്ന് പറയാം. ഈ ജീവകാരുണ്യ പ്രവൃത്തി കർത്താവ് പറഞ്ഞതും ചെയ്തതുമാണ്. രോഗശാന്തിയൊക്കെ കർത്താവ് ചെയ്തിട്ടുണ്ട്, ശിഷ്യന്മാരും ചെയ്തിട്ടുണ്ട്. എനിക്കതിനുള്ള കഴിവില്ല.
അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതൊന്നും പറയാം, ഈ രോഗികളെ കൊണ്ടുവരുവൻ സൗഖ്യമാക്കും, അതെല്ലാം തട്ടിപ്പാണ്. നേരെ മറിച്ച് നാം അറിയുന്നത് പോലെ തന്നെ കർത്താവ് രോഗികളെ സൗഖ്യമാക്കി, അദ്ദേഹത്തിന് കഴിയും. അപ്പോസ്തലന്മാർക്ക് കൃപാവരം കൊടുത്തു, അവർ ചെയ്തു. പിന്നെയുള്ള ശിഷ്യന്മാർ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയവരെല്ലാം മരുന്ന് പെട്ടിയും കൊണ്ടാണ് പോയത്. സോമർവെല്ലും ഡോക്ടറും സോമർവെല്ലും അവരെല്ലാം വന്നത് മരുന്ന് പെട്ടിയും കൊണ്ടാണ്. അവരും രോഗികളെ സൗഖ്യമാക്കി. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് അറിയപ്പെടുന്ന പ്രശസ്തമായിരിക്കുന്ന ആതുരാലയങ്ങൾ, ആശുപത്രികളൊക്കെ ഉണ്ടായത്. ചുരുക്കത്തിൽ ക്രിസ്തുവിൻ്റെ ഉപദേശം. അതുപോലെ ഏത് കാര്യം പറഞ്ഞാലും നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത് മനസ്സിലാകും. ഒരു ദൃഷ്ടാന്തം മാത്രം പറയാം. കൽക്കട്ടയിലേക്ക് ചെല്ലുക. അവിടെ ചെന്നാൽ അവിടെ എന്താണ് കാണുന്നത്? അവിടെയുള്ള വൻകിട കോടീശ്വരന്മാരും ജന്മികളുമെല്ലാം അവിടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ട് പാവപ്പെട്ട തരുണീമണികൾ, അവിടെ ഉദരത്തിൽ നിന്ന് പുറത്തു വീഴുന്ന പിഞ്ചോമന പൈതങ്ങളെ കൽക്കട്ടയിലെ ചേറ്റ് വെള്ളങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അവിടെ നിന്ന് ആ കുട്ടികളെല്ലാം വലിച്ചെടുത്ത് ജീവിതം കൊടുക്കുവാൻ ചെക്കോസ്ലോവാക്യക്കാരി മദർ തെരേസയല്ലാതെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിങ്ങൾ പഠിപ്പിപ്പിൻ. അന്ന് മുതൽ ഞങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. എന്താണ് പഠിപ്പിച്ചത്? അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് യേശുക്രിസ്തു പഠിപ്പിച്ചതുപോലെ ആരും പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശരിയായിട്ട് പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. അവൻ എങ്ങനെയാണ് പഠിപ്പിച്ചത്? കർത്താവായ യേശുക്രിസ്തുവിനെ പഠിപ്പിക്കൽ അനന്യസാധാരണങ്ങളാണ്. 1, 2, 3 ദൃഷ്ടാന്തങ്ങൾ എല്ലാ ഗുരുക്കന്മാരും പഠിപ്പിച്ചു, കർത്താവും പഠിപ്പിച്ചു. മോശെ എന്താണ് പഠിപ്പിച്ചത്? എന്താണ് പഠിപ്പിച്ചത്? പല്ലിന് പല്ല്, തല്ലിന് തല്ല്, കൊല്ലിന് കൊല്ല്, കണ്ണിന് കണ്ണ് സമം, പകരത്തിന് പകരം മോശെ പഠിപ്പിച്ചു. പിന്നെ കൃഷ്ണൻ എന്താണ് പഠിപ്പിച്ചത്? പാണ്ഡവരുടെ 7 അക്ഷൗഹിണി, കൗരവരുടെ 11 അക്ഷൗഹിണി, സമരസജ്ജം സായുധം സമരാങ്കണം കുരുക്ഷേത്രം. അവിടെ നിലനിൽക്കുന്ന 2 സൈന്യവ്യൂഹങ്ങൾ, കൗരവരുടെ 11 അക്ഷൗഹിണിയും 7 അക്ഷൗഹിണി പാണ്ഡവരുടെ അപ്പുറം നിൽക്കുമ്പോൾ സമർത്ഥനായ സാരഥിയായ കൃഷ്ണനോട് യുദ്ധപ്രിയനായ യുദ്ധ നേതാവായ അർജുനൻ പറയല്ലോ, കൃഷ്ണ ആരോടൊക്കെ യുദ്ധം ചെയ്യണം, നിർത്തു ഈ 2 സൈന്യവ്യൂഹമധ്യേൻ്റെ തേര്. ആ തേർത്തട്ടിൽ എഴുന്നേറ്റ് നിന്നിട്ട് അർജുനൻ 4 വശത്തേക്കും ഖണ്ഡീവൻ കുത്തിപ്പിടിച്ച് നിന്ന് നോക്കി. അല്ലയോ കൃഷ്ണ, ആ കാണുന്നതെല്ലാം എൻ്റെ ബഹുമാന്യ ഗുരുഭൂതന്മാർ. അല്ലയോ കൃഷ്ണ, അകലെ നിൽക്കുന്നതെല്ലാം ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ. അല്ലയോ കൃഷ്ണ, ഈ നിൽക്കുന്നതെല്ലാം എല്ലാ മാതുലന്മാർ. ആർക്ക് വേണ്ടിയാണോ യുദ്ധം ചെയ്യാൻ പോകുന്നത് അവരെയാണ് ഞാൻ കൊല്ലാൻ പോകുന്നത്. അല്ലയോ കൃഷ്ണ, അതുകൊണ്ട് എൻ്റെ ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും കൊന്നൊടുക്കിയിട്ട് രാജ്യം വേണ്ട, കിരീടം വേണ്ട, ചെങ്കോലി വേണ്ട, രാജഭോഗം വേണ്ട, വലിച്ചെറിയുന്നു. ഖണ്ഡീവൻ പോകുന്നു കാട്ടിൽ തപസ്സനായി. അദ്ദേഹം ഖണ്ഡീവൻ നിലത്തിട്ടു, തേർത്തട്ടിൽ വീണ് കിടന്നു. അനന്തരം കൃഷ്ണൻ പറഞ്ഞു, അല്ലയോ കൃഷ്ണ അർജുന, കർമ്മകാന്ഡം ഇതാകയാൽ, യോഗകാന്ഡം ഇതാകയാൽ, ജ്ഞാനകാന്ഡം ഇതാകയാൽ, എടുക്കൂ അർജുന ഖണ്ഡീവൻ, തൊടുക്കൂ അമ്പ്, കൊടുക്കൂ ശത്രുവിന്, അരിയൂ തല, ചൊരിയൂ ചോര. അതാണ് ഇന്നും പഠിപ്പിക്കുന്നത്. ഇതാ വരുന്നു മുഹമ്മദ് എന്താണ് പഠിപ്പിച്ചത്? മതത്തിന് വേണ്ടി മനുഷ്യനെ കൊന്ന് മറുലോകത്തെത്തിയാൽ മാതകത്തിടമ്പുകളായ മകളാമണികളെയും മാതിരി ഒരിക്കലും വിട്ടുമാറാത്ത മധുര മനോജ ഫലങ്ങളെയും മനസ്സ് പോലെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ചെങ്കിസ് ഖാൻമാർ ഇസ്ലാമിൻ്റെ വാൾ ഹിന്ദുവിൻ്റെ രക്തത്തിൽ കഴിയുകയുണ്ടായി. നേരെ മറിച്ച് ഇതാ വരുന്നു നസ്രായനായ യേശുക്രിസ്തു. അവിടെ എന്താണ് പഠിപ്പിച്ചത്? നിന്റെ ശത്രുവിന് വിശന്നാൽ തിന്മാൻ കൊടുക്കുക, ശത്രുവിന് ദാഹിച്ചാൽ കുടിപ്പാൻ കൊടുക്കുക, ശത്രുവിനെ സ്നേഹിക്കുക, ശത്രുവിനെ ശപിക്കാതിരിക്കുക, ശത്രുവിനെ അനുഗ്രഹിക്കുക, ശത്രു വേണ്ടി പ്രാർത്ഥിക്കുക. വെറുതെ പറയുകയല്ല, അധരം കൊണ്ട് പറഞ്ഞത് രുദ്രം കൊണ്ട് മുദ്രയിട്ട ആചാര്യനാണ് അവിടെ എന്താണ് ചെയ്തത്? കർത്താവ് പറഞ്ഞു അവരെ അനുഗ്രഹിക്കണം. തന്നെ പിടിക്കുവാൻ വാളേന്തി വടിയേന്തി വന്ന റോമൻ പടയാളികൾ. അതിൽ ദൈവാലയത്തിലെ ഒരു ചേവകനും ഉണ്ടായിരുന്നു. അവർ മഹാപുരോഹിതൻ്റെ ചേവകൻ ഒരു വാള് കടം വാങ്ങിക്കൊണ്ടാണ് വന്നത്. പക്ഷേ ആ വാളും കൊണ്ടാണ് വന്നത്. പക്ഷേ ഒരു കാര്യം നടന്നു. അവൻ വാളുമായിട്ട് യേശുവിനെ പിടിക്കാൻ അടുക്കുന്നത് കണ്ടിട്ട് പത്രോസ് ഒരു കാര്യം ചെയ്തു. പത്രോസ് നേരെ ചെന്ന് അവൻ അന്ന് കടം വാങ്ങിക്കൊണ്ടുപോയ വാളും വസ്ത്രത്തിന് അടിയിൽ ഒളിച്ചു വെച്ചിരുന്നു. അതുമായിട്ട് അവിടെ പോയി. അവിടെ ചെന്ന് പത്രോസ് വാൾ പ്രയോഗിച്ചു. ഈ കടം വാങ്ങിച്ച വാൾ ഒളിച്ചു വെച്ച വാളാണ്. മറ്റവൻ അവിടെ ചെന്ന് യേശുവിനെ പിടിക്കുവാൻ അടുക്കുന്ന കണ്ടപ്പോൾ പത്രോസ് കടം വാങ്ങി ഒളിച്ച വാൾ ഊരിയെടുത്ത് പ്രയോഗിച്ചപ്പോൾ കളരി പോയിട്ടില്ലാത്ത, കത്തി പിടിച്ചിട്ടില്ലാത്ത, കടകം ചുവടറിഞ്ഞുകൂടാത്ത പത്രോസ് കടലിൽ പോയിട്ടുണ്ട്, ചൂണ്ടയിട്ടിട്ടുണ്ട്, മീൻ പിടിച്ചിട്ടുണ്ട്, മീൻ തല വെട്ടിയിട്ടുണ്ടാകാം. ആ പാടം വെച്ച് ഈ വാൾ പ്രയോഗിച്ചപ്പോൾ വെട്ടാൻ വന്നവൻ്റെ കഴുത്ത് പോയില്ല, കാതേ പോയുള്ളൂ. വെട്ടാൻ അറിഞ്ഞുകൂടാത്തവൻ വെട്ടിയാൽ ഇതായിരിക്കും. അത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തു ഇവൻ്റെ കാതറ്റ് നിൽക്കുന്ന കണ്ടിട്ട് നേരെ അടുത്ത് ചെന്നു. കാത് ചെന്ന് അവൻ്റെ കാത് തൊട്ട് സൗഖ്യമാക്കിയിട്ട് അവനോട് പത്രോസ് വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ വീഴും. 2000 ആണ്ടുകൾക്ക് മുമ്പ്
ആയുധമെടുത്ത് അവൻ്റെ തല അറുത്തവനിയിലിട്ട് ചോരയ്ക്ക് വേണ്ടി വെമ്പി നിന്ന ചോരക്കൊതിയനായ ഈ പത്രോസിനെ നോക്കി യേശു പത്രോസ് വാൾ ഉറയിലിടുക. ഞങ്ങൾ ഉറയിലില്ല, ഇട്ട് തറയിലിടുകയായിരുന്നു. കാരണം ഉറയിൽ കിടന്ന് എടുക്കാൻ തോന്നുമല്ലോ. അതുകൊണ്ട് ലോക ചരിത്രത്തിൽ എല്ലാ മതങ്ങളും കൊന്നു വിജയിച്ചതാണ്. ലോക ചരിത്രത്തിൽ ചത്ത് വിജയിച്ച ഒറ്റ പ്രസ്ഥാനമുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ക്രിസ്തു മാർഗം. അതിന് തുല്യം പറയാൻ വേറെ എവിടെ? അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവൻ പഠിപ്പിച്ചതുപോലെ ആരും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ലോകം കണ്ട അത്യുന്നതനായ ഗുരുവരനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ് ഈ ഖണ്ഡിക ഞാൻ വിടുന്നു. അങ്ങനെ യേശു ക്രിസ്തു ഐക്യ ലോകത്തിൽ തൻ്റെ കർമ്മപഥത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊരു വിഷയമേ അല്ല. യേശു ക്രിസ്തു അത്ഭുതം ചെയ്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കയില്ലെന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുകയുണ്ടായി. പഠിപ്പിച്ച കർത്താവ് ഏറ്റവും ഒടുവിലായി പറഞ്ഞു, ഇപ്പോൾ ഞാൻ വന്നത് ഈ പഠിപ്പിക്കാൻ മാത്രമല്ല, മരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ലോകത്തിൽ നമ്മളെല്ലാം മരിക്കുന്നത് ജനിച്ചതുകൊണ്ടും പാപം കൊണ്ടുമാണ്. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ജനിച്ചത് തന്നെ മരിക്കാൻ വേണ്ടിയാണ്. പ്രവാചകന്മാരെല്ലാം പറഞ്ഞു, ക്രിസ്തുവിൻ്റെ മരണം പ്രവാചകന്മാർ തന്നെ പറഞ്ഞു വെച്ചു, ക്രിസ്തു തന്നെ പ്രഖ്യാപിച്ചു. ആ മരണം സംഭവിക്കണം. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വിടുകയാണ്. അങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ യെരുശലേമിലേക്ക് പോകും, അവരെന്നെ പിടിക്കും, അവരെന്നെ തല്ലും, അവരെന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ അവർ അവനെ ബന്ധിച്ചു. നമ്മൾ അറിയുന്നതുപോലെ ഗത്സമനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാളും വടിയുമേന്തിയ റോമൻ പടയാളികളും യൂതമതസേവകരും വന്ന് അവനെ പിടിക്കുകയും അതിനുശേഷം അവനെ നേരെ കൊണ്ടുവന്ന് വിസ്തരിക്കുകയും അതിനുശേഷം കയ്യഫാസിൻ്റെ അരമനയിൽ, അതിനുശേഷം ഹന്നായുടെ അരമനയിൽ, അതിനു മുമ്പ് തന്നെ കയ്യഫാസിൻ്റെ അരമനയിൽ, അതിനുശേഷം നാം അറിയുന്ന പോലെ വീണ്ടും കയ്യഫാസിൻ്റെ അരമനയിൽ, അനന്തര ഹെരോദാവിൻ്റെ അടുക്കൽ, വീണ്ടും നമ്മൾ അറിയുന്ന പോലെ പിലാത്തോസിൻ്റെ അടുക്കൽ, ഇങ്ങനെ കർത്താവിനെ 3 മതകോടതികളിലും 3 സിവിൽ കോടതികളിലും മാറി മാറി വിസ്തരിച്ചിട്ട് യാതൊരു കുറ്റവും ഉന്നയിക്കുവാൻ കഴിയാതെ യഹൂദന്മാർ മനഃപൂർവ്വമായിട്ട് അവിടുത്തെ മേൽ കപടമായിരിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അതൊന്നും കർത്താവ് മറുപടി പറഞ്ഞ് ചെറുക്കാൻ പോയില്ല. മരിക്കാൻ വേണ്ടി വന്നവൻ, മരണമില്ലാത്ത ദൈവത്തിൻ്റെ അധരപുടങ്ങളിൽ നടന്നു വീണ ശബ്ദവാണിയാണ് മരണം. മരണമില്ലാത്ത ദൈവത്തിൻ്റെ അവനിയിലെ അവതാരമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവനിപ്പോൾ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോകുന്നു. വിരോധാഭാസം. അങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിക്കുവാൻ വേണ്ടി വന്നവൻ മരിക്കുക തന്നെ ചെയ്തു. വിശദീകരിക്കുന്നില്ല. ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ ആ സുവിശേഷത്തിനകത്ത് പ്രധാനമായും 3 കാര്യം ഉണ്ടായിരിക്കണം. എന്താണ് സുവിശേഷം? ഇപ്പോൾ ഇന്ന് ഈ കാലങ്ങളിൽ ഇപ്പോൾ സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നതിൻ്റെ കൂടെ ചേർക്കുന്നതെല്ലാം വേറെ വലുതുമാണ്. അതൊന്നും ഇതിനോട് ചേരുകയില്ല. സുവിശേഷ പ്രസംഗവും ഗാനമേളയും, സുവിശേഷ പ്രസംഗവും കരിമരുന്ന് പ്രയോഗവും, സുവിശേഷ പ്രസംഗവും പിന്നെ മറ്റ് രോഗശാന്തി ഭൂതശാന്തിയുടെ ഇതൊക്കെ ഉണ്ട്. അതൊന്നും ചേരുകയില്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് ഉയർന്ന് ഉന്നതമായി നിലകൊള്ളുന്ന ഒരു വസ്തുതയാണ്. എന്താണത്? അതിനെക്കുറിച്ച് പൗലോസ് തന്നെ പറയുന്ന നിർവചനമാണ്. ദാവീദിൻ്റെ സന്തതിയായ ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ഇതാകുന്നു എൻ്റെ സുവിശേഷം. ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ പുത്രൻ, ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിൻ്റെ പുത്രൻ, മരിച്ചിട്ടുയർക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് നിർണ്ണയിക്കപ്പെട്ടവൻ. ഈ കർത്താവിനെ കുറിച്ച് അവനെ ജനന മരണ പുനരുത്ഥാനമടങ്ങിയ ഈ വസ്തുത ഉൾക്കൊള്ളിക്കാതെ സുവിശേഷമില്ല. അതുകൊണ്ട് സുവിശേഷമല്ല ഇപ്പോൾ കേൾക്കുന്നതൊന്നും. അതുകൊണ്ട് ഇത് തന്നെയാണ് സുവിശേഷത്തിൻ്റെ കാതൽ സത്ത. പാപിയെ രക്ഷിക്കുവാൻ കഴിയുന്ന സന്ദേശം ഇത് മാത്രമാണ്. അതാണ് പ്രസംഗിക്കേണ്ടത്. നമ്മുടെ ആളുകൾക്ക് 2 കഥയും 2 പാട്ടും കൊണ്ട് ഒരു പ്രസംഗം തീരും. അതല്ല, സുവിശേഷം ഇതുപോലെ വിശദീകരിക്കണം. ഇതാണ് പൗലോസ് ചെയ്തത്. അതും ഞാൻ വിടുകയാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ ഇപ്പോൾ മരിക്കുവാൻ വേണ്ടി വരികയും മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ യാഗമായി തീരുകയും ചെയ്തു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു. പിന്നെ ഇവിടെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയണം. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതാണ്. അവനെ വിധിച്ചത് ഗവർണർ പിലാത്തോസ്. 2, യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചപ്പോൾ അവൻ തന്നെ പറഞ്ഞു, ഞാൻ മരിക്കുവാൻ വേണ്ടി വന്നു എന്ന്. 3, അവനെ കൈയേറ്റത് യഹൂദന്മാർ. അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോയത് 600 പേരടങ്ങുന്ന ഒരു പട്ടാള യൂണിറ്റാണ് റോമാക്കാരുടെ. അതിനും പുറമെ കർത്താവിനോട് ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ യെരൂശലേം ദൈവാലയത്തിൽ ഉള്ള കാവൽ സേവകന്മാരും പടയാളികളും ഉണ്ടായിരുന്നു. അതിനും പുറമെ കൂറിൻ്റെ ക്രമപ്രകാരമുള്ള 21 മഹാപുരോഹിതന്മാരും സന്നിധ്രീയ സംഘങ്ങളും അതിനും പുറമെ മറ്റ് യഹൂദന്മാർ അടക്കവും അതിനു പുറമേ അവിടെയുള്ള വനിതാ സമാജം എന്ന് പറയാൻ കഴിയുന്ന യെരുശലേം പുത്രിമാരെന്ന സംഘവും ഉണ്ടായിരുന്നു. ചൂഴവേ നിൽക്കുകയാണ്. അതിൻ്റെ നടുവിലൂടെയാണ് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നത്. നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ പിലാത്തോസ്.
യഹൂദന്മാർ അവനെ കയ്യേറ്റു. അങ്ങനെ കയ്യേറ്റ് ക്രൂശിപ്പാൻ കൊണ്ടുപോകുമ്പോൾ സംഭവിച്ച കാര്യം, ഇവിടെ ചിലർ ഈ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ക്രൂശിക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അള്ളാഹു അദ്ദേഹത്തെ ആകാശത്തിലേക്ക് എടുത്തതുകൊണ്ട് അദ്ദേഹത്തെ ക്രൂശിക്കാൻ കഴിഞ്ഞില്ല. അത് ക്രിസ്തുമാർഗത്തിൻ്റെ അടിത്തറ മാന്തുന്ന പ്രസ്ഥാനമാണ്. കാരണം ഒന്ന്, യേശുക്രിസ്തു തന്നെ പറഞ്ഞതാണ്. രണ്ടാമത്, 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നമ്മുടെ കർത്താവും അനുചരന്മാരായ അപ്പോസ്തലന്മാരും ഒരുപോലെ എഴുതിയിരിക്കുന്നത് യേശുവിനെ ക്രൂശിച്ചു, കൊന്നു എന്നാണ്. അവർ അടക്കം ചെയ്തു എന്നാണ്. നേരെ മറിച്ച് ഇവർ 600 വർഷങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് വളരെ ദൂരെ സൗദിയിലെ മണ്ണിൽ നിന്നുകൊണ്ട് മുഹമ്മദാണ് പറഞ്ഞിരിക്കുന്നത് അവനെ അള്ളാഹു ആകാശത്തിലേക്ക് എടുത്തു കളഞ്ഞു എന്ന്. എങ്കിൽ പിന്നെ അന്നേ ഇത് പ്രചരിക്കണ്ടേ? അതുകൊണ്ട് അങ്ങനെ ഒരു കഥ 6-ാം നൂറ്റാണ്ടിന് മുഹമ്മദിന് ശേഷമാണ് പ്രചരിച്ചത്. അങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, പിലാത്തോസിനെ മണ്ടനാക്കേണ്ടി വരും. അതുകൊണ്ട് ഇവരെ എല്ലാം വെട്ടിച്ച് വേണം അള്ളാഹു എടുക്കാൻ. അങ്ങനെ ഒരു സംഭവം നടന്നില്ല. കർത്താവ് തന്നെ മരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ തന്നെ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. റോമൻ പടയാളികൾക്ക് തെറ്റുപറ്റിയില്ല. അവർ തന്നെ അവനെ കൊണ്ടുചെന്നു. അവർ അവനെ മറ്റ് 2 പേരോടുകൂടി കൊണ്ടുചെന്ന് ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി കിടത്തി യേശുക്രിസ്തുവിൻ്റെ കൈകളിൽ തന്നെ ആണി വെച്ചടിക്കുകയുണ്ടായി. ആ കാര്യം ആണി വെച്ച് കർത്താവിൻ്റെ കൈകൾ ഞാൻ അടിച്ചപ്പോൾ പ്രിയ സ്നേഹിതരെ ഒരു കാര്യം സംഭവിച്ചു. ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള ആ കനത്ത ഖണ്ഡീരവം മുഴങ്ങുകയായിരുന്നു. പാപത്തിൻ്റെ പരിഹാര ബന്ധാവിൽ അരങ്ങേറിയ യാഗത്തിലേക്കുള്ള കർമ്മപദ്ധതി അരങ്ങേറുകയായിരുന്നു. അങ്ങനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു എന്നുള്ളത് ചരിത്ര സംഭവമായിരിക്കുമ്പോൾ 600 വർഷങ്ങൾക്ക് ശേഷം ഒരാൾ എന്തോ എഴുതി വെച്ചത് കൊണ്ട് ക്രൈസ്തവരായ ഞങ്ങൾ അത് അപ്പാടെ അവഗണിക്കുകയാണ്, മുഖവില പോലും കൽപ്പിക്കുന്നില്ല എന്ന് സാരം. അതുകൊണ്ട് യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു. പിന്നെ അവരുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളാണുള്ളത്. ഒരു കൂട്ടം ആളുകൾ പറയുന്നു ഈസായെ ക്രൂശിക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. പക്ഷേ ഈസായ അല്ലായിരുന്നു, അത് ഈസായെ പോലെ തോന്നിക്കുന്ന ഒരാളാണ് ഒരു കൂട്ടർ. മറ്റൊരു കൂട്ടർ പറയുന്നത് ക്രൂശിച്ചത് യൂദാസിനെയാണ്. മറ്റൊരു കൂട്ടർ പറയുന്നത് ആ കുരിശിൻ ചുമന്നു പോയ കുറേനക്കാരനെയാണ്. പിന്നെ ഒരു കൂട്ടർ പറയുന്നത് ഈസായെ പോലെ ഇരിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ തന്നെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യത്തിൽ ഞാനതിന് വഴക്കടിക്കാൻ പോകണം. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചിരിക്കുന്നു. അവൻ ക്രൂശിൽ മരിച്ചു. ക്രൂശിൽ മരിച്ചില്ലെങ്കിൽ സുവിശേഷം ശരിയാകയില്ല. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അതിനുശേഷം പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം അവൻ ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ചെയ്ത ഏറ്റവും ശക്തമായിരിക്കുന്ന അത്ഭുതത്തിൽ ഒന്ന് ഇതാണ്, ഞാൻ എൻ്റെ ജീവനെ കൊടുക്കും, തിരികെ പ്രാപിക്കും. ഈ അത്ഭുതം ആരും ചെയ്യാൻ ഒരുങ്ങിയിട്ടില്ല, ആരും ചെയ്താൽ വിജയിക്കുകയുമില്ല. യേശുക്രിസ്തു പറഞ്ഞു എൻ്റെ ജീവനെ കൊടുക്കാൻ അധികാരമുണ്ട്, മറ്റെല്ലാം ഞാൻ അവഗണിക്കുകയാണ്. നേരെ മറിച്ച് യേശുക്രിസ്തു എൻ്റെ ജീവനെ കൊടുക്കാൻ അധികാരമുണ്ട്, തിരികെ പ്രാപിക്കാനും അധികാരമുണ്ട്. അങ്ങനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിലേക്ക് കുശലും സ്വയം അർപ്പിതനായി തീരുകയും അനന്തരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ പറഞ്ഞതുപോലെ മരണം കൊണ്ട് യജ്ഞമായി ഭവിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ച അതിമഹത്തായ യാഗം അഖില ലോക ജനകോടികൾ 1000 ആണ്ടുകൾ കൊണ്ട് അവിടെ എവിടെ അർപ്പിച്ചിരുന്ന യാഗങ്ങൾക്കെല്ലാം അറുതി കുറിച്ച അനുഗ്രഹീതമായ യാഗം അരങ്ങേറി ഭൂമധ്യേ കാലമധ്യേ ആ യാഗം അരങ്ങേറുകയുണ്ടായി. അനുഗ്രഹീതമായ യാഗത്തിലൂടെയാണ് മനുഷ്യവർഗത്തിൻ്റെ രക്ഷ. അങ്ങനെയാണ് അവൻ രക്ഷകനായിരിക്കുന്നത്. അങ്ങനെ അവൻ ജനിച്ചപ്പോൾ തന്നെ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്, ദൈവം രക്ഷിതാവാണ്, ഇവൻ രക്ഷിതാവാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ രക്ഷിതാവായി വന്നവന് അവൻ രക്ഷാകർമ്മം പൂർത്തിയാക്കിയിരിക്കുകയാണ് കാൽവരിയിലെ ക്രൂശിൽ. ഇനി പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്ഷാപദ്ധതിയും തന്നെ ഉണ്ടാകാനില്ല. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ ഏകൈക രക്ഷകൻ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന, പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന, ദൈവം അംഗീകരിച്ചിരിക്കുന്ന രക്ഷകൻ. അതിനാണ് നേരത്തെ പറഞ്ഞത് ദൈവത്തെയും ക്രിസ്തുവിനെയും വേർതിരിക്കുവാൻ കഴിയാതെ വണ്ണം ഈ വാക്കുകൾ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനും കർത്താവുമായി വിരാജിക്കുന്നു. കർത്താവ് അതിനെ തുടർന്ന് 1-2 കാര്യം കൂടെ പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ഇവിടെ കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു, പാപത്തിൻ്റെ പരിഹാരം വരുത്തി, എന്നേക്കുമായി പാപപരിഹാരം ഉണ്ടാക്കിയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്നും നമ്മുടെ കർത്താവ് പാപങ്ങൾക്ക് പരിഹാരം നൽകിക്കൊണ്ടിരിക്കുന്നു. ഏതെല്ലാം ഒരുത്തൻ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് കർത്താവെ ഞാനൊരു പാപിയാണെന്ന് ഏറ്റുപറഞ്ഞാൽ അതേ മാത്രയിൽ തന്നെ കർത്താവിൻ്റെ പാപങ്ങളെ മോചിക്കുന്നു. പാപങ്ങളെ മോചിക്കുക മാത്രമല്ല, പിന്നെ അവൻ പാപത്തിൽ വീഴാതെ വണ്ണം അവനെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട്
കർത്താവായ യേശുക്രിസ്തു കൊടുക്കുന്ന പാപമോചനം അത് എന്നേക്കുമായി സ്ഥിരമാണ്. പാപം മോചിച്ചതെങ്കിൽ മോചിച്ചത്, ആ പാപമോചനമാണ് കർത്താവ് കൊടുക്കുന്നത്. ഒരുത്തൻ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ആ മാത്രമേ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടും. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ അനവധി പാതിരിമാരുടെയും അവിടെയും ഇവിടെയും ചെന്ന് പാപമോചനത്തിന് വേണ്ടി അർത്ഥിച്ചിട്ട് ഇന്ന് വരെയും ആരുടെയും പാപങ്ങൾ മോചിക്കപ്പെടാതെ അവർ പഴയതുപോലെ തന്നെ പാപകർമ്മങ്ങൾ തുടർന്നുകൊണ്ടിരിക്കവേ, ലോകചരിത്രത്തിൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ ഒരിക്കലായി മോചിച്ച് അവരെല്ലാം ഉന്നതമായ ഉത്തമ ജീവിതത്തിലേക്ക്, പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക്, പുത്തൻ ബന്ധാവിലേക്ക് തിരിച്ചുവിട്ട അനുഗ്രഹീതനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പാപികളുടെ രക്ഷകനായി വിരാജിക്കുന്നവനാണ്. ഇസ്രായേലിൻ്റെ മശിയ രക്ഷകനും കൂടെയാണ്. സർവ്വലോകത്തിനും വേണ്ടി ദൈവം ഒരുക്കിയ നിന്റെ രക്ഷ എന്നാണ് ശിമിയോൻ പറഞ്ഞത്. ആ രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ആ രക്ഷ നമ്മുടെ ഹൃദയത്തിലാക്കുവാൻ ഒരു വാക്ക് മതി. യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞ് അംഗീകരിച്ചാൽ അവൻ ആ മാത്രമേ നിങ്ങളുടെ രക്ഷിതാവായി തീരും. കർത്താവായ യേശുക്രിസ്തു നല്ലവൻ എന്നൊക്കെ പറയുകയല്ല. യേശുക്രിസ്തു എൻ്റെ കർത്താവ്, യേശുക്രിസ്തു എൻ്റെ രക്ഷകൻ എന്ന് ഏറ്റുപറയുന്ന അനുഭൂതി വിശേഷം നമുക്കുണ്ടാകണം. ഇതില്ലെങ്കിൽ ക്രിസ്ത്യാനിത്വം പൂജ്യമാണ്. യേശുക്രിസ്തുവിനെ രക്ഷകൻ എന്ന് തന്നെ നമ്മൾ സമ്മതിക്കണം. ഞാൻ ഈ ഭാഗം വിടുകയാണ്. ഇങ്ങനെ ലോകത്തിൽ വന്ന കർത്താവായ യേശുക്രിസ്തു മാനവർഗത്തിൻ്റെ രക്ഷാപദ്ധതി അനുഗ്രഹീതമായ നിലയിൽ ഒരുക്കി തീർക്കുകയുണ്ടായി. നമ്മുടെ കർത്താവിനെ കാൽവറിയിലെ ക്രൂശിൽ നിന്ന് ഇറക്കി കല്ലറയെ സംസ്കരിച്ചു. ഇവിടെ ഒരു വലിയ പ്രചരണമുണ്ട്. ആ പ്രചരണം ഇതാണ്: യേശുക്രിസ്തു ക്രൂശിച്ചില്ല എന്ന് മുസ്ലിങ്ങൾ, യേശുവിനെ ക്രൂശിച്ചു, അവൻ മരിച്ചു എന്ന് ക്രിസ്ത്യാനികൾ. പക്ഷേ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു എന്ന് മറ്റൊരു കൂട്ടർ, പക്ഷേ മരിച്ചില്ല. ഇതാണ് മൂന്നാമത്തെ സിദ്ധാന്തം. ഇസ്ലാമിൽ നിന്ന് തന്നെ സമീപകാലത്തുണ്ട ഖാദിയാനികൾ, അഹമ്മദ് ഖാദിയാനികൾ എന്ന് പറയുന്ന ഒരു വർഗമുണ്ട്. അതുകൊണ്ട് അഹമ്മദ് ഖാദിയാനി പറയുന്നത് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു, മുസ്ലിം ക്രൂശിച്ചില്ല. ക്രിസ്ത്യാനി ക്രൂശിച്ചു, മുസ്ലിം ക്രൂശിച്ചില്ല. അല്ലാഹുവിനെ എടുത്തുകൊണ്ടു. ഖാദിയാനി ഈസായെ ക്രൂശിച്ചു, പക്ഷേ മരിച്ചില്ല. ക്രൂശിൽ നിന്ന് ഇറക്കി പുത്തൻ കല്ലറയിൽ വെച്ചു. നല്ല ശുദ്ധവായു ധാരാളം ഏറി ഇറങ്ങത്തക്കവണ്ണം വലിയ കല്ലറയായിരുന്നു. സുഗന്ധവർഗം കൂടെ ഇട്ടപ്പോൾ മരുന്നിൻ്റെ കൂട്ടിൽ ലഭിച്ചു. അതുകൊണ്ട് ഇപ്പോൾ അവിടെ ഇരുന്ന് സ്വല്പം നല്ല വായുവും കിട്ടി, മരുന്നിൻ്റെ സൗഖ്യവും കിട്ടിയപ്പോൾ യേശു അവിടെ പതുക്കെ ജീവൻ പ്രാപിച്ചു. അപ്പോൾ ജീവനൊക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ശിഷ്യന്മാർ വന്ന് തട്ടിക്കൊണ്ടുപോയി, കടത്തി വിട്ടു, കൊണ്ടുവന്ന് ഒളിച്ച് താമസിപ്പിച്ചു. 40 ദിവസം അവിടെ ഒരു മരുന്നൊക്കെ ഉണ്ടാക്കി കൊടുത്ത്, തൈലം അതൊക്കെ ഉണ്ട്, യോഹന്നാൻ 12 പറയുന്ന തൈലമാണ്, അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അദ്ദേഹത്തെ ഒളിപ്പിച്ച് 40 ദിവസം താമസിച്ചു. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗാരോഹണം ചെയ്തു പോയി നമ്മളാണ് പറയുന്നത്. അല്ല, രക്ഷപ്പെട്ട് അദ്ദേഹം നേരെ അവിടെ നിന്ന് സിറിയ വഴി സഞ്ചരിച്ച് നേരെ കാശ്മീരിൽ വന്നു. ബലൂചിസ്ഥാൻ വഴി കാശ്മീരിൽ വന്ന് അനന്തനാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് അവിടെ താമസിച്ചിരുന്നു. അതിൽ ധാരാളം കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പരമ്പര ഇപ്പോഴും ഉണ്ട്. ഇത് ഒന്ന്. രണ്ടാമത്, വയസ്സനായ ശേഷം 120 വയസ്സായപ്പോൾ അദ്ദേഹം അനന്തനാഗിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോയി. ശ്രീനഗറിൽ ചെന്ന് അവിടെ പെട്ടെന്ന് അദ്ദേഹം മരിച്ചപ്പോൾ അവിടെ സംസ്കരിച്ചു. ഒരു കല്ലറ ഇപ്പോഴും അവിടെയുണ്ട്. ആ കല്ലറയുടെ പേര്, ഇത് പ്രത്യേകിച്ച് അവിടെ മരിച്ചു കിടക്കുന്ന ആരാണ്, ഒരു സിദ്ധനാണ് അദ്ദേഹം, ഊസ് ആസാദ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ചരിത്രം ചമച്ച് ചരിത്രത്തിൽ അതിശക്തമായി ജിബ്രാൾട്ടർ പാറയേക്കാൾ ഊക്കോടെ നിലകൊള്ളുന്നവനാകയാൽ, യുഗങ്ങളുടെ പാറയായി വിരാജിക്കുന്നവനാകയാൽ, അവനെ ചെറുക്കുന്ന ഏത് ആശയത്തെ കിട്ടിയാലും അത് ചെറുക്കാൻ തന്നെ തീരുമാനിച്ചുള്ളതാണ്. ഇതുപോലെ പ്രസംഗിക്കാൻ കൊള്ളാകുന്ന, പ്രസാദിക്കാൻ കൊള്ളാകുന്ന, പ്രഘോഷിക്കാൻ കൊള്ളാകുന്ന മറ്റൊരു നാമം പ്രപഞ്ചസമയം ഇല്ലെന്നുള്ളത് വേറെ കാര്യം. അതിനും പുറമെ കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു ദിവസം പ്രസംഗിച്ചില്ലെങ്കിൽ ഈ യോനെ വിഴുങ്ങിയ മത്സ്യം പോലെയാണ് എൻ്റെ കഥ. എവിടെയെങ്കിലും ചെന്ന് പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് സ്വൈരം വരികയില്ല. അതിന് ഞാനൊരു സംവിധാനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോൾ പ്രസംഗിക്കണമെന്ന് തോന്നുന്നു ഏതെങ്കിലും കവലയിൽ ചെന്ന് യേശുക്രിസ്തുവിനെക്കുറിച്ച് ഒരു പ്രസംഗം ചെയ്യും. അത് ഇന്ന് നടന്നുകൊണ്ട് 72 വയസ്സായിട്ടും അതിന് മാറ്റം വരുന്നില്ല. എൻ്റെ ഭാര്യ ഇന്നിവിടെ വന്നിട്ടുണ്ട് പ്രസംഗം കേൾക്കാൻ. അവൾ പറഞ്ഞു, നിങ്ങളങ്ങനെ പോയി വലിയ യോഗം ഇങ്ങനെ എപ്പോഴും പോകരുത്, അതാണ് ഒന്നാമത് പ്രായം, രണ്ടാമത് കൂടെ അസുഖം പോകരുതെന്ന്. പക്ഷേ യേശുക്രിസ്തുവിനെ ഒരു അളവിൽ സ്വീകരിച്ചപ്പോൾ എത്ര വിവാദത്തോടുകൂടി ഞാൻ സ്വീകരിച്ചോ, ഇവനെ ഇന്ത്യക്ക് വേണ്ടെന്ന് പറഞ്ഞ് കച്ചവടക്കാരായ ഇംഗ്ലീഷുകാർ കപ്പലിൽ കയറ്റി ഇറക്കുമതി ചരക്കായ യേശുക്രിസ്തുവിനെ കപ്പലിൽ കയറ്റി തിരിച്ചയക്കുമെന്ന് ധീരമായ മുദ്രാവാക്യം അക്കാലത്ത് മുഴക്കി. 48 വർഷത്തിന് മുമ്പ് മുഴക്കി ഈ ക്രിസ്തുവിനോട് ആളറിയാതെ ഏറ്റുമുട്ടാൻ പോയതാണ്.
പക്ഷേ ഞാൻ വിചാരിച്ചു പാവപ്പെട്ട തച്ചനാണെന്ന്. പക്ഷേ ഏറ്റുമുട്ടിയപ്പോഴാണ് മനസ്സിലായത് ഇവൻ തച്ചനല്ല, തച്ചൻ തന്നെയാണ് അലങ്കാരാർത്ഥത്തിൽ. എന്ന് പറഞ്ഞാൽ ഇവൻ പ്രപഞ്ചമെന്ന മഹാസൗധം പടുത്തുയർത്തിയ പെരുന്തച്ചനാണ്, തച്ചൻ്റെ മകനുമാണ്. മാത്രമല്ല ഇവനെ കപ്പൽ കയറ്റുമെന്ന് ഞാൻ യേശു ഉടനെ നിന്നേക്കാൾ വമ്പന്മാർ കൊമ്പന്മാരെല്ലാം നോക്കിയിട്ടുണ്ട്, ഞാൻ നിൻ്റെ ഹൃദയത്തിലാണ് കയറി പറ്റുന്നത്. ഞാൻ പറഞ്ഞു യേശു ക്രിസ്തു ഇന്ത്യക്ക് വേണ്ട. കർത്താവ് പറഞ്ഞു ഇത് വേറെ പലരും പറഞ്ഞിട്ടുണ്ട്, നീയും പോയി പ്രസംഗിക്കുന്നത്. അന്ന് തുടങ്ങിയതാണ് ഈ പ്രസംഗം. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, ഇതുപോലെ പ്രസംഗിച്ചാലും എഴുതിയാലും മതി വരാതെ വണ്ണം ആയിരക്കണക്കിന് ആളുകൾ അവനിവിടെ നാനാ കോണുകളിൽ നിന്നുകൊണ്ട് അവരവൻ്റേതായ അനവധിയായ ഭാഷകളിൽ ആവോളം എഴുതിയും ആവോളം പാടിയും ആവോളം വരച്ചും ആവോളം പ്രകൃതിച്ചു നിന്നിട്ടും ഇന്ന് വരെയും ആർക്കും പൂരിപ്പിക്കുവാൻ കഴിയാത്ത അഭൂതപൂർവമായ സമസ്യയായി നിലകൊള്ളുന്ന കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഔന്നത്യം എത്ര വലുതായിരിക്കുന്നു. അത്രയും പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരും. നമ്മുടെ കർത്താവ് ഇന്ത്യയിൽ ആദ്യം പ്രാവശ്യം വന്നു എന്നുള്ളത് ഖാദിയാനികൾ സമ്മതിക്കുന്നില്ല. രണ്ടാം പ്രാവശ്യം വന്നതാണ് അവർ പറയുന്നത്. അങ്ങനെ ഞാൻ കാശ്മീരിൽ നിന്നല്ല, ഇതിനെക്കുറിച്ചുള്ള നിരന്തരമായ പുസ്തകങ്ങൾ വായിച്ചു. അത് വായിച്ചപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നവരെല്ലാം കേവലം അഹമ്മദ് ഖാദിയാനികളുടെ പുസ്തകങ്ങളെ കണ്ടമെടുത്തുകൊണ്ടാണ് എഴുതി വച്ചിരിക്കുന്നത് യേശു ക്രിസ്തു ഇവിടെ വന്നു എന്ന്. എന്നാൽ യേശു ക്രിസ്തു ഇന്ത്യയിൽ ഒരിക്കലും വന്നിട്ടില്ല, ആദ്യമോ പിന്നീടോ വന്നിട്ടില്ല. അത് എവിടെയും പോയിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ കനാൻ നാടിനകത്ത് ഒതുങ്ങിക്കൂടി. അങ്ങനെയുള്ള കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിക്കുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നമുക്ക് ഘോഷിക്കുവാനുള്ളത്. ഇന്ന് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് കൂടുതൽ സംശയം ജനിപ്പിക്കുന്ന പ്രസംഗങ്ങളാണ് നമ്മുടെ പല പ്രസംഗരും ചെയ്യുന്നത്. ഈ അടുത്ത സമയത്ത് നാം അറിയുന്നത് പോലെ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ഒരു പ്രഖ്യാപനം നടത്തി, യേശുക്രിസ്തുവിനെ പുനരുത്ഥാനം വിശ്വസിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന്. പക്ഷെ അങ്ങനെ പറയുന്ന ഇതുപോലുള്ള ആളെന്ത് ചെയ്യണം? ഉടൻ തന്നെ ഔദ്യോഗികമായ സ്ഥാനവസ്ത്രവും അംശപടിയും വെച്ചിട്ട് അതുവരെ പറ്റിയ ശമ്പളമെല്ലാം തിരിച്ചു കൊടുത്തിട്ട് അത് മാറിപ്പോകണം. അത് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ വേണം. ഇതിനെ ആക്ഷേപിച്ചാലും ക്രിസ്തുവിനെ ആക്ഷേപിച്ചാൽ കിട്ടുന്നത് പോലെ ആനുകൂല്യം കിട്ടുകയില്ല. എത്ര പേരാണ് ക്രിസ്തുവിനെ ആക്ഷേപിക്കാൻ തുനിഞ്ഞവർ? യേശുക്രിസ്തുവിനെ ആക്ഷേപിക്കാൻ 1-ാം നൂറ്റാണ്ട് മുതൽ യഹൂദന്മാർ തുനിയും. ആദ്യമായിട്ട് അതിനുവേണ്ടി അനേക യഹൂദന്മാർ എഴുതി, അനേക പുസ്തകങ്ങൾ എഴുതി ആഭാസനായ ക്രിസ്തുവിനെ ചിത്രീകരിച്ചു. അങ്ങനെ ചിത്രീകരിച്ചിട്ട് എന്താണ് ചെയ്തത്? ഒടുവിൽ അതെല്ലാം കൂടെ ചേർത്ത് ഒരു യഹൂദൻ്റെ പുസ്തകം എഴുതി, ട്രിപ്പോ. അതേ ഒരു പുസ്തകം എഴുതി യേശു ക്രിസ്തുവിനെ കുറിച്ച്. പക്ഷേ അതിന് ശരിയായ മറുപടി എഴുതിയിട്ടുണ്ട് ജസ്റ്റിൻ മാർട്ടിയർ. ട്രിപ്പോയുമായിട്ടുള്ള ഡയലോഗ് അതിൽ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അന്നേരം സെൽസസ് യേശു ക്രിസ്തുവിനെ തിരിഞ്ഞു. യേശു ക്രിസ്തുവിനെ വളരെ ആക്ഷേപിച്ചുകൊണ്ട് എഴുതിയ ആളാണ് സെൽസസ്. 4-ാം നൂറ്റാണ്ട് ഓറിജൻ അതിനത് എഗൈൻസ്റ്റ് ടു സെൽസസ് എന്നൊരു പുസ്തകത്തിലൂടെ അത് ഖണ്ഡിക്കുകയുണ്ടായി. ഇതുപോലെ യേശുക്രിസ്തുവിനെതിരെ വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളെയും ക്രൈസ്തവരുടെ ഇടയിലുള്ള അനവധി പണ്ഡിതന്മാർ തക്ക നിലയിൽ മറുപടി പറഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ആളത്വം പ്രസംഗിക്കുന്നവർ തെളിഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞ ആശയങ്ങൾ ഇന്ന് വേണ്ടാതെ വണ്ണം യേശുക്രിസ്തു പിന്നെയും പുതിയ നിയമത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന എഴുത്തുകളുടെ ആരോഹണം ചെയ്തു വരുന്നത് പോലെ നമുക്ക് തോന്നുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായി വന്ന് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. ഈ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ടാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. രക്ഷകനായ ദൈവം സമം ക്രിസ്തു എന്ന രക്ഷകൻ. അതുകൊണ്ട് ദൈവത്തെയും ക്രിസ്തുവിനെയും വേർതിരിക്കാൻ കഴിയില്ല. മരിച്ചിട്ടുയർന്നേറ്റ ഈ കർത്താവായ യേശു ക്രിസ്തു. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് അവൻ ലോകത്തിൽ വന്ന രക്ഷിതാവെന്ന് പറയുമ്പോൾ തന്നെ യഹൂദന്മാരുടെ ചിരകാല പ്രതീക്ഷിതനായ മശിയ അവൻ വന്നത് യഹൂദന്മാരുടെ രാജാവായിട്ടാണ്. പക്ഷേ അവർ സ്വീകരിക്കാത്തത് കൊണ്ട് അത് മാറ്റിവെച്ച് രക്ഷാപദ്ധതിയിലേക്ക് തിരികെയുണ്ടായി. എന്നാൽ ഇനി അവൻ വരുന്നത് യഹൂദന്മാരുടെ രാജാവെന്നല്ല, ലോകാധിപത്യം കൈവരിക്കുവാനാണ്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ദൈവം എല്ലാവർക്കും ഭരിക്കുവാൻ അവസരം നൽകിയിട്ടുണ്ട്. ലോകത്തിൽ അറിയപ്പെടുന്ന ആദ്യത്തെ സാമ്രാജ്യം നമ്മൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന നിമ്രോദിൻ്റേതാണ്. നിമ്രോദിൻ്റെ സാമ്രാജ്യം അത് വളരെയേറെ വിദ്വേഷത്തിനായി മാറി. അത് കഴിഞ്ഞാൽ പിന്നെ എത്രയെത്ര സാമ്രാജ്യങ്ങൾ അറിയപ്പെടുന്ന ഇന്നത്തെ ഇറാഖ് എന്നറിയപ്പെടുന്ന പ്രാചീനമായ മെസപ്പൊട്ടോമിയയിൽ 4 ദേശീയതകൾ വളരുകയും താളിടുകയും ചെയ്തു. അസീറിയ, സുമേറിയ, അഖാഡ്, ബാബിലോൺ, അതുപോലെ എത്രയോ ദേശീയതകൾ വളർന്നു. അവിടെയെല്ലാം സമർത്ഥന്മാരായ ഭരണകർത്താക്കൾ ഉണ്ടായി. അസീറിയൻ രാജപരമ്പരയിൽ നാം അറിയുന്നത് പോലെ ശൽമനേസർ 1-ാമൻ, 2-ാമൻ, 3-ാമൻ, 4-ാമൻ, 5-ാമൻ ബൈബിളിൽ പറയുന്നതാണ് ഈ ഒരാളിൻ്റെ പേര്. അതുപോലെ സർഗോൺ 1-ാമൻ, 2-ാമൻ, 3-ാമൻ. അതിന് പുറമേ
ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന തിക്ലത്പിലേസർ, പിന്നെ ശൽമനേസർ, ഇങ്ങനെ പലരുണ്ടായി. അനേക രാജാക്കന്മാർക്ക് ജന്മം കൊടുത്തു. ഏകദേശം BC 800 മുതൽ 612 വരെ അസീറിയൻ ചക്രവർത്തിമാർ ലോകത്തെ ഭരിച്ചു. അവസരം ദൈവം അവർക്ക് കൊടുത്തു, അസീറിയൻ ഭരണം. അത് കഴിഞ്ഞപ്പോൾ ദൈവം അടുത്ത അവസരം കൊടുത്തു. അടുത്ത അവസരം ആ ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ട് അതേ മണ്ണിൽ നിന്ന് തന്നെ ബാബിലോണിയന്മാർ വന്നു. ബാബിലോണിൽ അറിയപ്പെടുന്ന 3 രാജാക്കന്മാർ സമൃദ്ധമായ ഭരണം കാഴ്ചവെച്ചവരാണ്. നാം അറിയുന്ന ചരിത്രത്തിലെ പ്രസിദ്ധന്മാരെ നെബൂഖദ്നേസർ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകനായ നമോഡിനസ്, ഈ 3 പേരും ഭരിച്ചവരാണ്. BC 539 വരെ അവർക്ക് ദൈവം അവസരം കൊടുത്തു. അവരും ഭരിച്ചു, പരാജയം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സംഭവിച്ച അടുത്തത് നാം അറിയുന്നത് പോലെ അടിച്ചു കയറി വരുന്നതായ പേർഷ്യൻ ഭരണകൂടത്തിൽ നാം അറിയുന്നത് പോലെ തന്നെ അനവധി സമർത്ഥന്മാരായ സമ്രാട്ടുകളുണ്ടായി. സൈറസും, ദാരിയാവേശ് 1, 2, 3, അതുപോലെ തന്നെ മറ്റ് അർത്ഥശഷ്ടാവ് 1, 2, 3, ഇങ്ങനെ പല പല രാജാക്കന്മാരുണ്ടായി. BC 539 മുതൽ 331 വരെയുള്ള കാലത്ത് പേർഷ്യൻ ചക്രവർത്തിമാർ ലോകം ഭരിച്ചു. ഏറ്റവും വിശാലമായ രാജ്യമുണ്ടായി. നല്ല ഭരണം അവരും കാഴ്ചവെച്ചു. പക്ഷേ എല്ലാവർക്കും പറ്റിയ ഭരണമല്ല, കുറേ ആളുകൾക്ക് അപര്യാപ്തമായ ഭരണമാണ്. അത് ഇന്നത്തെ പോലെ തന്നെയാണ്, അവിടെ ശരിയാകുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, മതി, നിന്റെ ഭരണം ഇവിടെ മതി എന്ന് പറഞ്ഞു. BC 331 ആർബലായിൽ വെച്ച് നടന്ന അതിഘോരമായ യുദ്ധത്തിൽ ഗ്രീസിൽ നിന്ന് അടിച്ചു കയറി വന്ന മഹാനായ അലക്സാണ്ടർ, അദ്ദേഹം ധീരമായിരിക്കുന്ന യുദ്ധം, ആ യുദ്ധത്തിലൂടെ അദ്ദേഹം ചെയ്തത് തൻ്റെ സ്വന്തം കൈ കൊണ്ട് ദാരിയാവേശ് 3 വധിക്കുകയും അതിനുശേഷം 450 വർഷങ്ങൾക്ക് മുമ്പ് അഥേന എന്ന പ്രശസ്ത നഗരി ചുട്ടരിച്ചതിൻ്റെ പ്രതികാരം ചെയ്യാൻ അലക്സാണ്ടർ സ്വന്തം കൈ കൊണ്ട് സൂസൻ രാജധാനിക്ക് തീ വയ്ക്കുകയും ചെയ്തു. അതോടുകൂടി സംഭവിച്ചൊരു കാര്യമുണ്ട്. അപ്പോൾ ആ ചരിത്രം പേർഷ്യൻ സാമ്രാജ്യവും അവസാനിച്ചു. ആ ഗ്രീക്ക് സാമ്രാജ്യം ആരംഭിച്ചു. അത് ചരിത്രത്തിൽ ഏകദേശം 63 വരെ 4 കഷണങ്ങളായി നിലനിന്നു. 63 വരെ അവർക്ക് നല്ല ഭരണം. ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരികമായ നിലവാരത്തിൽ ഉയർന്നവരാണ് ഗ്രീക്കുകാർ. മകൻ അലക്സാണ്ടറുടെ ലക്ഷ്യം അതായിരുന്നു. ആ ഗ്രീക്ക് ഭരണ ലോകത്തിൽ വന്നു, അതും ഫലപ്രദമായില്ല. BC 63 ആരംഭിച്ച റോമൻ സാമ്രാജ്യം അത് AD 1500 വരെ നിന്നു. അവരും ഭരിച്ചു. ഇങ്ങനെ എല്ലാവരും ഭരിച്ച് ലോകത്തെ കഴുത കുളിച്ച കുളമാക്കി മാറ്റി. ഇപ്പോൾ വന്നു ജനാധിപത്യം. ഈ ജനാധിപത്യത്തിലും എല്ലാവരും ഭരിച്ചു. ഇനി ലോകത്തിൽ പരീക്ഷിക്കപ്പെടാൻ ഒരൊറ്റ ഇസമേ ഉള്ളൂ, അത് യേശുക്രിസ്തു ഭരിക്കണം. അവൻ ഭരണം, അഥവാ വേറെ പേര് കൊടുക്കുക. അന്നത്തെ പഴയ മുതൽ ഇങ്ങോട്ട് പറഞ്ഞാൽ ഫാസിസം തോറ്റ, ഫ്യൂഡലിസം തോറ്റ, നാസിസം തോറ്റ, അതിനുശേഷം നമ്മളറിയാം ഗാന്ധിസം തോറ്റ, കമ്മ്യൂണിസം തോറ്റ, സോഷ്യലിസം തോറ്റ ഈ ലോകത്തിൽ ഇനി പരീക്ഷിക്കപ്പെടാൻ ഒറ്റ ഇസമുള്ളത് ഇവാഞ്ചലിസം. ആ ഇസമാണ് ഇനി പരീക്ഷിക്കപ്പെടാനുള്ള ഒരേ ഒരു ഇസം. ആ ഇസം വരുന്നത് വരെ ലോകത്തിൽ ആർക്കും ഒരിക്കലും നല്ല ഭരണം കാണാനൊക്കെയില്ല. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭരണം ഏറ്റെടുക്കണം. അപ്പോഴാണ് വെളിപ്പാട് പുസ്തകത്തിൽ ശബ്ദം കേൾക്കുന്നത്, ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും ദൈവത്തിന് ക്രിസ്തുവിനുമായിരിക്കുന്നു. ആ ശബ്ദം കേൾക്കുവാനുള്ള സമയം വിദൂരതയിലല്ല. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, കർത്താവായ യേശുക്രിസ്തു ലോകാധിപത്യം കൈവരിക്കുന്നത് വരെ ഇവയുടെ ഏതവൻ ഭരിച്ചാലും, ഇനി ഖുർആൻ പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലായിടത്തും ഒരേ കലിമയും എല്ലായിടത്തും ഒരേ കൊടിയും എല്ലാം ഖുർആൻ്റെ കീഴിലുമായി തീർന്നാലും സ്വൈരമുണ്ടാകില്ലെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നടക്കുന്നതായ ഇറാഖിലെ സംഭവവികാസം. അവർ തന്നെ തമ്മിൽ അടിച്ചുകൊള്ളും. അതുകൊണ്ട് ഒരിക്കലും സ്വൈരമുണ്ടാകുകയില്ല. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, ലോകത്തിന് അശാന്തിയായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ലോകത്തെ ശാന്തമായി ഭരിക്കുവാൻ സമാധാനത്തിൻ്റെ പ്രഭുവായ, സമാധാനത്തിൻ്റെ പ്രവാചകനായ, സമാധാനത്തിൻ്റെ ആൾരൂപമായ കർത്താവായ യേശുക്രിസ്തു തന്നെ ഇനിയും വന്ന് ഭരിച്ചെങ്കിലേ തീരുകയുള്ളൂ. അവനെ ദൈവം രാജാവായി വാഴിച്ച് അഭിഷേകം ചെയ്തവനാണ്. ആ രാജാവ്, അഭിഷിക്തനായ രാജാവ് ഭരണമേറ്റെടുക്കുന്നവരെ ഏതവൻ ഭരിച്ചാലും നന്നാകുകയില്ല. ഞാനിത് പൊതുവായി ഇങ്ങനെ പറഞ്ഞു വിടുന്നതാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ലോകാധിപത്യം കൈവരിച്ചെങ്കിൽ മാത്രമേ ലോകം ഇനി ശരിയാകുകയുള്ളൂ. അതുകൊണ്ട് അതുവരെ അഴിമതി, അധർമ്മം, അരാജകത്വം ലോകം. ഇനി ഒടുവിലായി ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള സകല പ്രസ്ഥാനങ്ങളുടെയും ആകെയുള്ള എല്ലാ അഭ്യർത്ഥനകൾക്കും, അപേക്ഷകൾക്കും, പ്രാർത്ഥനകൾക്കും, ചോദ്യങ്ങൾക്കുമുള്ള ഏക ഉത്തരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു അല്ലാതെ മനുഷ്യവർഗത്തിന് ദൈവത്താൽ നൽകാൻ മറ്റൊരു ഉത്തരമില്ല. ലോകത്തിൻ്റെ പ്രാചീന ചരിത്രം മുതൽ പരിശോധിച്ചാൽ എല്ലായിടത്തു നിന്നുമുള്ള ആളുകൾ അപേക്ഷിക്കുന്നത്, അല്ലയോ ദൈവമേ, ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ, വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്നാണ്. അങ്ങനെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന അപേക്ഷിക്കുന്ന അനവധി ആളുകളെ അവനിയുടെ നാനാ കോണുകളിൽ
കാണുവാൻ കഴിയുന്നതാണ്. അനന്തമായ ഈ വികായസിലേക്ക് ഉയർന്ന അനശ്വരമായ പ്രാർത്ഥനകൾ അനവധിയാണ്. അങ്ങനെ അവൻ ഇവിടെ നാനാ കോണുകളിൽ നിന്നുകൊണ്ട് അനവധിയായ ആളുകൾ അവൻ ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനവധിയായ പ്രാർത്ഥനയുടെ അനുഗ്രഹീതമായ ഈരടികൾ അനന്തതയിലേക്ക് ഉയർന്ന് അനശ്വരനായ ദൈവത്തിന് ചെവിത്തടത്തിലെത്തിയപ്പോൾ അവൻ അരുളി ചെയ്തുകൊണ്ട് ലോകത്തിലേക്ക് വന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അങ്ങനെ ലോകത്തിൽ വന്ന കർത്താവ് എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ്. ചുരുക്കത്തിൽ 3 കാര്യം പറഞ്ഞു നിർത്തുന്നു. 1, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 2000 ആണ്ടുകൾക്ക് മുമ്പ് ഒരു ഭക്തൻ പ്രാർത്ഥിച്ചത്, വെളിച്ചം എവിടെ, വെളിച്ചത്തിൻ്റെ വാതിൽ എവിടെ? അദ്ദേഹം തേടുകയാണ്. എവിടെ വെളിച്ചം? വെളിച്ചത്തിൻ്റെ വാതിൽ എവിടെ? ഇന്നത്തെ പോലെ അധർമ്മമില്ലാത്ത, ഇന്നത്തെ പോലെ അനീതിയില്ലാത്ത, ഇന്നത്തെ പോലെ അഴിമതി, അധർമ്മം, കന്യാവാണിയം ഇത്യാദി ഒന്നുമില്ലാത്ത ഒരു കാലത്താണ് അദ്ദേഹം പറയുന്നത്, എവിടെ വെളിച്ചം, എവിടെ വെളിച്ചത്തിൻ്റെ വാതിൽ? കാലങ്ങൾ കടന്നുപോയപ്പോൾ ലോകചരിത്രത്തിൽ സൈന്യവിന്യാസം കൊണ്ട് സടകുടഞ്ഞിട്ട സൈന്യാധിപന്മാരും സമ്രാട്ടുകളും സമാനതയില്ലാതെ വിരാജിച്ച അസീറിയൻ ചക്രവർത്തി അസുർബാനിപ്പാൽ ജീവിതത്തിൻ്റെ സായാജ്ഞ വേളത്തിൽ സസങ്കടം സമുന്നതനായ ദൈവത്തോട് സവിനയം പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, അല്ലയോ ദൈവമേ, മഹാപാപിയായിരിക്കുന്ന എന്നെ നിന്റെ വെളിച്ചം കാണാൻ അനുവദിക്കണമേ. അല്ലയോ ദൈവമേ, ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ. ഇതാണ് ആ വലിയ ചക്രവർത്തിയുടെ പ്രാർത്ഥന. കാലം പിന്നെയും കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഉപനിഷത്ത് ആചാര്യന്മാർ പ്രാർത്ഥിച്ചതാണ്. ബൃഹദാരണ്യ ഉപനിഷത്തിലെ ഏറ്റവും വലുതായിരിക്കുന്ന ഏറ്റവും സാർവജനീനമായ അതിശക്തമായ പ്രാർത്ഥനയുണ്ട്. അസത്തോം മാം സദ്ഗമയ തമസോം മാം ജ്യോതിർഗമയ മൃത്യോം മാം അമൃതംഗയ. ഇതാണ് ആ പ്രാർത്ഥന. അസത്തോം മാം സദ്ഗമയ, അല്ലയോ ദൈവമേ, എന്നെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ. അല്ലയോ ദൈവമേ, തമസോം മാം ജ്യോതിർഗമയ, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ. അല്ലയോ ദൈവമേ, മൃത്യോം മാം അമൃതംഗമയ, എന്നെ മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് നയിക്കണമേ. BC 700 അടുത്ത് തുടങ്ങിയ ഈ പ്രാർത്ഥന അനന്തതയിലേക്ക് കണ്ണുനട്ട് ആദിത്യനായി അകമഴിഞ്ഞ് ഉപനിഷത്താചാര്യന്മാർ ഉള്ളു തുറന്ന് ഉത്കടമായ ഭാഷയിൽ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം പറഞ്ഞത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെ. അതുകൊണ്ട് ഇനി ഞാൻ തിരിച്ചു വരികയാണ്. ആദ്യം ഞാൻ പറഞ്ഞു, ഇസ്രായേലിൻ്റെ ചിരകാല പ്രതീക്ഷിതനായ മശിയാണിവൻ, ഞാൻ തന്നെ ക്രിസ്തു. നിങ്ങൾ ആരെ തിരയുന്നു? കർത്താവ് ചോദിച്ചു. യേശുക്രിസ്തുവിനെ നസ്രായനായ, അത് ഞാൻ തന്നെ. അവിടെ നരുളി ചെയ്തു, അത് ഞാൻ തന്നെ. മറ്റൊരു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആരെ തിരയുന്നു? നസ്രായനായ യേശുവിനെ, അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞില്ലയോ? പിടിച്ചുകൊള്ളുവിൻ. അവിടുന്ന് പറയുകയുണ്ട്, അവർ അവനെ പിടിച്ചു. പ്രിയസനെ, കർത്താവായ യേശുക്രിസ്തു അവനെ തിരയുന്ന ലോകം. അവിടെ 3 ആളുകൾ, അതെല്ലാം ഞാൻ വിശദീകരിച്ച സമയം പോകും, എങ്കിൽ ഇത്രയും പറയാം. മതങ്ങൾ, ഇസങ്ങൾ, തത്വചിന്തകൾ, കർമ്മകാണ്ഡങ്ങൾ തിരയുന്ന ഏകസത്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവനെ തിരയാണ്. നിങ്ങൾ ആരെ തിരയുന്നു? നസ്രായനായ യേശുവിനെ. അതിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം അവൻ തന്നെയാണ്. അത് കഴിഞ്ഞപ്പോൾ പേർഷ്യക്കാരൻ പ്രാർത്ഥിച്ചു, സത്യത്തിൻ്റെ മനുഷ്യാവതാരം. സത്യത്തിൻ്റെ മനുഷ്യാവതാരം വരുമ്പോൾ അവൻ നിത്യ സ്വഭാവമുള്ളവനായതുകൊണ്ട് അവൻ കന്യയുടെ മകനായി ജനിച്ച് എന്ത് ചെയ്യും? അവൻ മനുഷ്യവർഗത്തെ, മരിച്ചവരെ ഉയർപ്പിക്കുകയും മറ്റുള്ളവരെ ന്യായം വിധിക്കുകയും ചെയ്യും. അവൻ അഗ്രവസ്ഥയുടെ അവികലമായ സാമ്രാജ്യം സ്ഥാപിക്കും. അതിന് സാധിക്കും എന്ന് അവർ പ്രതീക്ഷിച്ചു. ഇപ്പോൾ ഇന്ത്യക്കാരുടെ പ്രാർത്ഥന ശ്രദ്ധേയമാണ്. അസത്വവും മാം സദ്ഗമയ, അല്ലെ ദൈവമേ, എന്നെ അസത്യത്തിൽ നിന്ന് എന്നെ സത്യത്തിലേക്ക് നയിക്കണം. അപ്പോൾ ഒരു കാര്യം അവർ സമ്മതിച്ചു, ഈ ഉത്കടമായ ഉപനിഷത്തുക്കളും ഉന്നതമായ ചിന്തകളും വേദങ്ങളും യജ്ഞങ്ങളും കർമ്മകാണ്ഡങ്ങളും ധാരാളമായിട്ടുണ്ടെങ്കിലും കത്തെടുത്തിട്ട നിലവിളക്കുകളും കാലഗതയുടെ കവിതയുമായി ദീപ്തിയുമുണ്ടെങ്കിലും ഞങ്ങൾ കാലിടാതെ ജീവിക്കുവാൻ പര്യാപ്തമായ വെളിച്ചമില്ലാത്തത് കൊണ്ട്, അല്ലയോ വെളിച്ചമേ, നയിച്ചാലും അവർ പ്രാർത്ഥിച്ചു, ഇനി ഞങ്ങൾക്ക് അസത്വവും മാം സദ്ഗമയ, ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ. സ്വാതന്ത്ര്യം കിട്ടിയതിന് മുമ്പും ഇപ്പോഴും നോക്കുക, ഈ 50 വർഷത്തിനിപ്പുറം അഴിമതി, അധർമ്മം, അരാജകത്വം, കന്യാവാണിഭം എന്ന് വേണ്ട കൊലയും ഭീഷണിയും ഭീകരപ്രവർത്തനങ്ങളും കള്ളനോട്ടും കാപട്യങ്ങളും എന്തെല്ലാം, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകും, ഇങ്ങനെ ഇരുട്ടിവിടെ നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ അസത്യം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ലോകത്തിൽ അസത്യത്തിൽ സത്യത്തിലേക്ക് നയിക്കണമെന്നുള്ള ഈ പ്രാർത്ഥന ഇന്ന് അത്യാവശ്യമാണ്. അതിന് ഉത്തരം നൽകിയത് യേശുക്രിസ്തുവാണ്. അല്ല, മറിച്ച് പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സത്യം ആൾരൂപമായി വന്നവൻ നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് ദൈവത്വം മനുഷ്യത്വം രണ്ടും ഒരേ ആളത്വത്തെ സമന്വയിപ്പിച്ചത് അത് യേശുക്രിസ്തു മാത്രം. അവൻ ഉത്തരം പറഞ്ഞത്, ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ. യേശുക്രിസ്തു, ഞാൻ തന്നെ സത്യം, എന്നെ അനുഗമിക്കുന്നവൻ സകല സത്യത്തിലും അനയിക്കപ്പെടും. അവർ പ്രാർത്ഥിച്ചു, തമസോ മാം ജ്യോതിർഗമയ, ഞങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ.
ഉടനെ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും അവിടുന്ന് അരുളി ചെയ്തു. അതുപോലെ തന്നെ അവൻ പ്രാർത്ഥിച്ചു, മൃത്യുവും മാം അമൃതംഗമയ. അതുകൊണ്ട് മൃതിയെ ജയിച്ചവന് മാത്രമേ അമൃതനെ കൊടുക്കാൻ കഴിയൂ. അമൃതം എന്ന് പറഞ്ഞാൽ പാലാഴി കടഞ്ഞുണ്ടാകുന്ന സാധനമല്ല. ഇത്രയും കാലത്തെ ഗവേഷണം കൊണ്ട് പാൽക്കടൽ, നെയ്ക്കടൽ, തൈർകടൽ, മോർകടൽ, സങ്കല്പസാഗരം, ഇങ്ങനെയുള്ള സങ്കല്പസാഗരം കടഞ്ഞാൽ കിട്ടുന്ന സാധനമല്ല സുധ. എന്താണ് അമൃതം? മൃതം, മരിക്കുന്നത്, അമൃതം മരിക്കാത്തത്. അവർ പ്രാർത്ഥിച്ചത് ഞങ്ങളെ മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് നയിക്കണമെന്നാണ്. യേശുക്രിസ്തു ഉത്തരം പറഞ്ഞു, അത് ഞാനാണ്. മരണത്തെ ജയിച്ച് ജീവിച്ച മൃത്യുഞ്ജയൻ, സാക്ഷാൽ മൃത്യുഞ്ജയനായ ഞാൻ, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവന് നിത്യജീവനുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. അമൃതം, അനന്തജീവനെ നൽകുന്ന അമൃതം ആണ് അവിടുന്ന്. അതുകൊണ്ട് യേശുക്രിസ്തു ഞാൻ തന്നെ വെളിച്ചം, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ അമൃതം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലോകത്തിലേക്ക് വന്നത്. ഈ കർത്താവായ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുന്നത് അനുഗ്രഹീതമായ കാലകതിരവനായി ശോഭിക്കുന്ന കർത്താവ്. 2, ലോകത്തെ സത്യത്തിലേക്ക് നയിക്കുന്ന സത്യത്തിൻ്റെ ഏറ്റവും വലിയ ആൾരൂപം. 3, മനുഷ്യവർഗത്തെ ആഗ്രഹിക്കുന്നതായ നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന അമൃതദായകനായ ക്രിസ്തു. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവായി, നമ്മുടെ കർത്താവായി നമ്മുടെ ഹൃദയത്തിൽ അംഗീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആ പ്രകാശം വരുന്നു. നിങ്ങൾ ഈ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടോ? മഹാന്മാരുടെയും പഴയ പുണ്യവാളന്മാരുടെയും പടം വരയ്ക്കുമ്പോൾ തലയ്ക്ക് ചുറ്റും ഒരു വെളിച്ചം വരയ്ക്കാറുണ്ട് വൃത്തത്തിൽ. അതിന് കാരണം അവർക്ക് ആ വെളിച്ചം ലഭിച്ചു എന്നും അവർ ആ വെളിച്ചത്തിൽ വസിക്കുന്നു എന്നാണ് ആ ചിത്രം പറയുന്നത്. ഇതുപോലെ യേശുക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അവനിൽ അങ്ങനെ ഒരു പ്രകാശം ഉണ്ടാകുന്നു. ആ പ്രകാശത്തിൽ അവന് ജീവിക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ലോകത്തിൽ എത്ര കട്ട പിടിച്ച ഇരുട്ടുണ്ടായാലും ആ പ്രകാശം അവൻ നയിക്കുന്നവനാണ്. അതുകൊണ്ട് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. ഈ കർത്താവിനെ സ്വീകരിച്ച് വെളിച്ചമുള്ളവരായി തീരുവാൻ, ഈ കർത്താവിനെ സ്വീകരിച്ച് സാക്ഷാൽ സത്യം കണ്ടെത്തിയവരായി തീരുവാൻ, ഈ കർത്താവിനെ സ്വീകരിച്ച് സാക്ഷാൽ അമൃതം അനന്തജീവനെ പ്രാപിച്ചവരായി തീരുവാൻ ദൈവസർവശക്തനായ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. അതുകൊണ്ട് ഈ വർഷത്തിലും ഇവിടെ വിളിച്ച നിങ്ങൾക്കെല്ലാവർക്കും അനശ്വരനായ യേശുക്രിസ്തുവിൻ്റെ അതുല്യമായ നാമത്തിൽ അഭിവാദനങ്ങളും ഹൃദയം അർപ്പിച്ച് ഈ ദിവസങ്ങളിൽ ഇവിടെ ശ്രദ്ധിച്ച നിങ്ങൾക്കെല്ലാവർക്കും അനശ്വരനായ യേശുക്രിസ്തുവിൻ്റെ അതുല്യമായ നാമത്തിൽ അഭിവാദനങ്ങൾ അർപ്പിച്ച് ഈ കർത്താവായ യേശുക്രിസ്തു അല്ലാതെ മനുഷ്യവർഗത്തിന് മറ്റ് വെളിപ്പെട്ട ഒരു സത്യമോ വെളിപ്പെട്ട വെളിച്ചമോ വെളിപ്പെട്ട ദൈവമോ ഇല്ല എന്ന് അവിതർക്കിതമായി പ്രഖ്യാപിച്ചുകൊണ്ട് അഖില ലോക ജനകോടികളുടെയും അഖിലമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പറയുവാൻ അനന്തത വെടിഞ്ഞ് അവനിയിൽ ആഗമിച്ച് അഖില ലോക ജനകോടികളുടെയും ആവശ്യാനുസരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത് അവരുടെ എല്ലാം അതികഠിനമായ പാപം അതിപാവനമായ തൻ്റെ ശരീരത്തിൽ ആവഹിച്ച് അവനിക്കും ആകാശത്തിന് മധ്യേ ദാരുണമാം വിധം അന്ത്യശ്വാസം വലിച്ച് അവനിൽ അടക്കപ്പെട്ട് കണ്ണിൽ എണ്ണയും കയ്യിൽ ആയുധവുമായി നിലനിൽക്കുന്ന ഉയർത്തെഴുന്നേറ്റ് ഉത്തുംഗ പ്രതാപവാനായി തന്നെ ലോകത്തിൽ ആണിയടിച്ച കാലുകൾ കൊണ്ട് പിന്നെ ഈ 40 നാളുകൾ സഞ്ചരിച്ചിട്ട് തന്നെ അനുഗമിച്ച വത്സല ശിഷ്യന്മാരെ ആണിത്തടമുള്ള കയ്യിൽ ഉയർത്തി അനുഗ്രഹിച്ചിട്ട് അനന്തതയിലേക്ക് ചെന്ന അഗ്രാസനത്തിൽ അമർന്നിരുന്നുകൊണ്ട് അടുക്കൽ വരുന്ന ആർക്ക് വേണ്ടിയും മുടങ്ങാതെ മാധ്യസ്ഥമണയ്ക്കുന്ന മാധ്യസ്ഥമണച്ച് നിത്യജീവൻ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന അനന്തിവിദൂര ഭാവിയിൽ അവനെ അടക്കി വാഴുവാൻ പോകുന്ന അനശ്വരനായ കർത്താവായ യേശുക്രിസ്തുവിനെ അകത്തലത്ത് അംഗീകരിച്ച് അവനെ ജീവിതം ധന്യമാക്കി അനന്തതയുടെ പങ്കാളികളായി തീരുവാൻ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം പിന്നെ ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ അതുല്യമായ നാമത്തിൽ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃതജ്ഞതാർപ്പണം ചെയ്തുകൊണ്ട് പ്രിയ സ്നേഹിതരെ അഭിവാദനം കാൽവറിയിലെ കൂശിൽ ചൊരിഞ്ഞ പുണ്യാഗ്രക്തത്തിൻ്റെ മണമുള്ള രക്താഭിവാദനങ്ങൾ. അഖില ലോക മാനവജാതിയുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തു നമ്മുടെ രക്ഷിതാവാണ്. ആ കാൽവറി മലമുകളിലേക്ക് ഒരു നിമിഷം നമുക്ക് കടന്നു പോകാം. നമ്മുടെ തലകൾ ദൈവസന്നിധിയിൽ താഴ്ത്താം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കട്ടെ. എല്ലാവരും ഈ സമയം പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരിക്കട്ടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിലെ മലമുകളിൽ 3 മരക്കുരിശുകൾ ഉയർത്തപ്പെട്ടു. അതിൻ്റെ നടുവിലുള്ള കുരിശിലേക്ക് നമുക്ക് നോക്കാം. അവിടെ ഒരു കുരിശു മാത്രമല്ല, ഒരു ആൾ രൂപവും നമുക്ക് കാണുവാൻ കഴിയും. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അത്രമാത്രം വിരൂപനായി തീർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ്റെ തലയിലേക്ക് ഒന്ന് നോക്കുക.
ഒരു മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചിരിക്കുകയല്ലേ? കൈകളും കാലുകളും ആ പച്ച മരത്തോട് ചേർത്ത് ബന്ധിച്ചിരിക്കുകയല്ലേ? അവൻ്റെ ശരീരം മുഴുവനും അടികളേറ്റ മുറിവുകളുള്ള പാടുകൾ കാണുന്നില്ലേ? ആ പുറത്തിനും ആ കുരിശിനുമിടയിലൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ആ പുറം മുഴുവനും ഉഴവ് ചാലുകൾ പോലെ ചീന്തപ്പെട്ടിരിക്കുകയല്ലേ? മുഖം മുഴുവനും കാർക്കിച്ച് തുപ്പലേറ്റിരിക്കുകയല്ലേ? പ്രിയ സ്നേഹിത, ഈ മരണം വാസ്തവമായി നമുക്ക് വേണ്ടിയായിരുന്നു അവൻ അനുഭവിച്ചത്. ഈ വ്യഥകളെല്ലാം നമുക്ക് വേണ്ടിയായിരുന്നു അനുഭവിച്ചത്. ഇന്ന് രാത്രി ഈ നിസ്തുല്യനായ ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച് കടന്നു പോകുവാൻ ആഗ്രഹമുള്ള പ്രിയപ്പെട്ടവർ ഈ അവസരം വിനിയോഗിക്കണം എന്ന് ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്.